തൊട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമ്മളിപ്പോ ഒരു മെത്തേഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ പണത്തിനെ ആഗ്രഹിച്ച്, എന്റെ അനുഭവം, ഞാൻ ഇപ്പൊ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ നാളെ ആ കാശ് കൊടുത്തതിൽ നന്ദി, എനിക്ക് ക്യാഷ് കൊടുക്കാൻ സാധിച്ചതിൽ നന്ദി എന്ന് ഞാൻ ഇന്ന് പറഞ്ഞാൽ നാളെ ഉറപ്പായിട്ടും, ചിലപ്പോ എവിടുന്നാണെന്നും എനിക്കറിയില്ല, പക്ഷെ നാളെ എനിക്കത് കൊടുക്കാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാനിഫെസ്റ്റേഷൻ്റെ വളരെ പവർഫുള്ളായ ടെക്നിക്കുകളെ കുറിച്ചാണ്. അന്നേരം പലപ്പോഴും നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ്റെ വിവിധ ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതി വെക്കുകയാണെങ്കിൽ നടക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതായത് 12-12 എന്ന് പറയുന്ന മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. അന്നേരം നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് എൻ്റെ ഒരു സംശയം ചോദിക്കാം. പണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം തന്നെ വരിക? പണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ചിന്ത വരിക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സമ്പത്ത്. ഓക്കെ, ബമ്പർ. ഓക്കെ, നീഡ്സ്. സമ്പത്ത്. എന്താണ് സമ്പത്ത്? ഓക്കെ, ശരി. ഓക്കെ, പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അംഗീകരിക്കാൻ സാധിക്കും? പണം എന്ന് പറയുന്നത് ഒരു എനർജി ആണെന്നുള്ളത് എത്ര പേർക്ക്? അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ശരി, നല്ല കാര്യം. അന്നേരം ഞാൻ ഇതേപോലെ തന്നെ ആയിരുന്നു. പണം എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം എന്താണ്? പണം എന്ന് പറയുന്നത് അധ്വാനിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതൊരു പരിധിവരെ സത്യമാണ്. കാരണം പലരും, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എല്ലാം തന്നെ പറയാത്തൊരു കാര്യമുണ്ട്. പണം എന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന രീതിയിൽ, വെറുതെ മനസ്സിൽ ചിന്തിക്കുക എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമായിട്ടാണ് പല ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സും പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നർ വർക്കും ഔട്ട്ഡോർ വർക്കും കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പണമായ റിലേഷൻഷിപ്പായാലും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അത് എത്രയോ ഉദാഹരണം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് യൂട്യൂബ് ചാനൽസ് ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനൽസിനേക്കാൾ കൂടുതൽ സക്സസ് സ്റ്റോറീസ് മാത്രം നമ്മളെ ചാനലിലൂടെയാണ് നമ്മൾ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും എല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. അതായത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ പണത്തിന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ടെക്നിക്ക് പറയുന്നതിന് മുന്നേ നമ്മളെ മൈൻഡ് സെറ്റ് ആദ്യം തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. എൻ്റെ ലൈഫിൽ എൻ്റെ കുട്ടിക്കാലത്ത് പല രീതിയിലുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് പണമെന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുന്ന സമയത്ത് അച്ഛൻ പറയും, അതൊന്നും ഇപ്പം വേണ്ട, പിന്നെ വാങ്ങാം. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു സൈക്കിളായാലും എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാർക്ക് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ മേടി ഇങ്ങനെ സൈക്കിൾ കിട്ടിയിരുന്നു. എനിക്ക് +2 പഠിക്കുന്ന സമയത്താണ് എനിക്ക് സൈക്കിൾ തന്നെ കിട്ടിയത്. അന്നേരം അത്രയും ഡിലേ നമ്മളെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കുട്ടിക്കാലത്തുള്ള ആ വേദനകളും, അതോടൊപ്പം തന്നെ കൂട്ടുകാരൊന്നും തന്നെ ആ സമയത്ത് സൈക്കിൾ തന്നില്ല. അന്നേരം നമ്മൾ പണമില്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സമ്പന്നത എനിക്ക് അവകാശപ്പെട്ട കാര്യമെന്നല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ട്രോമാസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. എന്താണ് ഉണ്ടായത്? നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹൈസ്കൂള്, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നത് ഒരു മിഡ് ഓഫ് ദ 70s ഒക്കെയാണ്. അപ്പൊ അന്ന് ടൂറൊക്കെ പോകുന്ന സമയത്ത്, അന്ന് ഞങ്ങൾ കണ്ണൂരാണ്. അപ്പൊ മലമ്പുഴ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അന്ന് പോകുമ്പോൾ അതിനൊരു 15 റുപ്പീസ് മതി നമുക്കൊരു ടൂറിന് അന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഒരു സംഗതി, ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെന്നത് ഞാൻ വീട്ടിൽ പറയാറേ ഇല്ല. കാരണം എനിക്കറിയാം അത് സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സംഗതികളും പറയാറില്ല. കാരണം വീട്ടിൽ പൈസയില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരൊറ്റ മോളാണ്. അപ്പം എനിക്ക് അച്ഛനില്ലായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പൊ അത് നടക്കൂല എന്നുള്ള കാര്യം വെച്ചാൽ, അതിനുള്ള സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പറയാറേ ഇല്ല. അതിപ്പോഴും ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ US-ലാണ്.
പക്ഷെ എന്നാലും ഞാനത് ഇപ്പോഴും ഓർക്കും, എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. സോ ഓക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഹേർട്ടിങ് തിങ്സ്. ഓക്കെ ഓക്കെ, നല്ല കാര്യം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അനുവിന്ദിൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണോ എന്ന രീതിയിൽ, അത് നമ്മളെ കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ പൈസ കിട്ടാത്തത് കൊണ്ട് ചില കുട്ടികൾ ക്ലാസ് കയറാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം നിങ്ങളിൽ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈവൻ നമ്മൾ എലമെൻറ്റ് മാസ്റ്റർ എന്ന പ്രോഗ്രാമിൽ തന്നെ ആദ്യം തന്നെ കുറേ ദിവസം ഇന്നർ ചൈൽഡ് ഹിയറിംഗ് ആണ് ഇപ്പം ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും ഈ ക്ലാസ്സിലെ കൃഷ്ണ പിന്നെ ആരിലാണ് ഇതിലുള്ളത്, സുമിഷ, അതുപോലെയുള്ള ഏകദേശം സിമി, സുരേഷ്, അങ്ങനെയുള്ള പലരും നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ അജിത, അങ്ങനത്തെ കുറേ പേര് ജോയിൻ ചെയ്തു. അന്നേരം നമ്മൾ ആ ട്രോമാസ്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ അനുഭവിച്ച ആ ട്രോമാസ്, എനിക്ക് പണം കിട്ടുന്ന സമയത്തും ഭയമാണ്, അയ്യോ ഈ പണം നഷ്ടപ്പെടുമോ എന്ന രീതിയിലുള്ള ഒരു ഭയമാണ് നമ്മളിൽ ഉണ്ടാകുക. എപ്പോൾ മുതലാണോ ആ വേദനകളും കാര്യങ്ങളും നമുക്ക് മറക്കാൻ സാധിക്കുന്നത്, അതോടൊപ്പം തന്നെ പണമെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഊർജ്ജമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കും. അതിനെ നിങ്ങളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. അൺകണ്ടീഷനായിട്ട് പണത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ആ ലവ് അൺകണ്ടീഷണലായി. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണമെന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള എനർജിയാണ്. ഹിന്ദു വിശ്വാസപ്രകാരം പണത്തെ ലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അത് ലക്ഷ്മിയായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദേവി സങ്കല്പമല്ല, സങ്കല്പത്തിനേക്കാൾ ഉപരി അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു റിലീജിയൻ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ജീവികളെയും ഏതെങ്കിലും ഒരു ദേവതയുടെ വാഹനങ്ങളോ കാര്യങ്ങളാക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ്. അതേപോലെ തന്നെ പണമെന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. അതോടൊപ്പം തന്നെ പണത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ മാറ്റം വരിക. പണത്തിന്റെ ഓഡിയോ ക്ലിയർ അല്ല. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓഡിയോ പ്രശ്നം ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി മുതൽ പണത്തെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല, മറിച്ച് അത് പ്രാക്ടീസ് ചെയ്തേ മതിയാകും. അതായത് നിങ്ങൾ ആ ഒരു ലെവലിൽ, ഞാൻ തന്നെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പണത്തെ ഉണ്ടാക്കുന്ന സമയത്തല്ല അയ്യോ ഈ പണത്തെ ഒരിക്കലും വലിയ എമൗണ്ട് വരുന്ന സമയത്ത് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് അർഹതയുണ്ടോ എന്ന രീതിയിലെ ചിന്താഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പണത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ സമ്പന്നരെ കാണുന്ന സമയത്ത്, നാട്ടിലെ സമ്പന്നരെ കുറിച്ച് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഒരു ലേണിങ്സ് ആണെന്ന് തോന്നുന്നു. പണക്കാരെ കാണുന്ന സമയത്ത് കുറ്റം പറയുക, അതായത് ഈ പണക്കാരെല്ലാം തെറ്റിലൂടെയാണ് ഉണ്ടാക്കുന്നത്, അത് സ്മഗ്ലിംഗ് ആണ്, കള്ളക്കടത്താണ്, ഇതേപോലെ തന്നെ ഇൻകം ടാക്സ് വെട്ടിക്കുന്നതാണ്. ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഒരിക്കലും തന്നെ സമ്പത്ത് വരികയും പോകുന്നില്ല. നിങ്ങളെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സാറേ, രക്ഷിതാക്കൾ എന്നുള്ളതല്ല, ഒരുവിധം അറിയാപ്പെടുന്ന ആൾക്കാരെല്ലാം ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറ്. മാത്രമല്ല സാർ, നമ്മൾ ഏത് പുസ്തകം വായിച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ വായിക്കായിരുന്നു, ഏത് പുസ്തകം വായിച്ചാലും എവിടെ നോക്കിയാലും പണം എന്ന് പറയുന്നത് ഒരു ആളെ കൊല്ലിയാണ്. കൊച്ചിലെ കേട്ടിട്ടുള്ള കഥകളല്ല. അതായത് അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും എന്ന ഒരു രീതിയിലാണ് എവിടെയെല്ലാം കേട്ടിട്ടുള്ളത്. അതാണ് ഞാൻ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. പല സ്പിരിച്വൽ ലീഡേഴ്സും പറയുന്നത് വെച്ചാൽ പണം ആവശ്യത്തിന് മതി. എന്നാൽ ഈ സ്പിരിച്വൽ ലീഡേഴ്സ് പലരും യോഗിമാരും മിസ്റ്റിക്കുമാരും എല്ലാം ഉണ്ടാവും. അവരിൽ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മതി. നിങ്ങൾ എപ്പോഴും മിതത്വം പാലിക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ സ്പിരിച്വലി ഗ്രോത്ത് വരും. നിങ്ങൾക്ക് അതായത് പല ഗ്രന്ഥങ്ങളിൽ എന്താണെന്ന് പറയുക, അടുത്ത ജന്മല്ല, മീൻസ് സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഇപ്പം ദരിദ്രമായി ജീവിക്കണം, മിതത്വപരമായി ജീവിക്കണം എന്നൊക്കെ പറയും. ഈ പറയുന്ന വ്യക്തികളെ നോക്കിയാൽ മതി. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും, അത് ഹിന്ദു മതമാകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, വേറെ ഏതെങ്കിലും മതമാകട്ടെ, ഇവരെല്ലാം ലീഡേഴ്സ് നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, അതോടൊപ്പം തന്നെ നല്ല ഹോട്ടൽസിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവരെന്താണ് വിതയ്ക്കുന്നത്? ഓക്കെ, പണമെന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ്, പണം ആവശ്യത്തിന് മതി, എപ്പോഴും എളിമ, മീൻസ് നിങ്ങൾക്ക് ഒരു നല്ലൊരു വ്യക്തിയെ കാണണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ടാണ് ഏറ്റവും സിമ്പിളായി ജീവിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് പറയുന്നത്. അതാണ് നിങ്ങൾ കൂടുതൽ സമ്പന്നരാകുകയാണെങ്കിൽ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അഹങ്കാരിയായി ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? കുറേ പണം വന്നു കഴിഞ്ഞ് നല്ലൊരു കാറോ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കും എന്നുള്ള പേടിയുള്ളവർ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക.
നോ അല്ലെങ്കിൽ ഇല്ല പ്രശ്നം ഇല്ലാത്തവർ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നോ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നോ. പലരും നോ എന്നാണ് പറഞ്ഞത്. കൺഗ്രാജുലേഷൻസ്, കാരണം നിങ്ങൾ സമ്പന്നനാകാൻ പോവാണ്. എനിക്കുള്ളൊരു ചിന്തയായിരുന്നു, അയ്യോ ഈ പണമെല്ലാം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഓർമ്മകളും അല്ലെങ്കിൽ ഓരോ ചിന്തകളും എനിക്കുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വില കുറഞ്ഞ വസ്ത്രങ്ങളും വില കുറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലുമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർ ഇപ്പം കമൻറ്റ് ചെയ്ത പോലെ തന്നെ, പക്ഷേ അസൂയ ചിരലിലുണ്ടാവും. അസൂയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. അസൂയ എല്ലാവർക്കുള്ള ഒരു കോമൺ ഫാക്ടറാണ്. നമ്മൾ മറ്റുള്ളവരെ അസൂയപ്പെടുന്നത് ചിന്തിച്ചിട്ട് നമ്മൾ ലൈഫിനെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാത്രമാണ് നഷ്ടം. എനിക്കുണ്ടായിരുന്ന ചിന്ത എപ്പോഴും നാട്ടിൽ എല്ലാവരിലും അംഗീകരിക്കുകയാണെങ്കിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള വ്യക്തിയായിരിക്കണം, അതോടൊപ്പം തന്നെ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ഒരു രീതിയിൽ മാത്രം പോയാൽ മതി, കാറ് മേടിക്കണ്ട അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊന്നും തുടങ്ങണ്ട, ഈ രീതിയിൽ തട്ടിമുട്ടിയും എല്ലാവരും പറയുന്ന പോലെ തന്നെ തട്ടിയും മുട്ടിയങ്ങ് പോയാൽ മതി എന്ന രീതിയിലാണ്. അങ്ങനെയുള്ള ഈ തട്ടലും മുട്ടലും കാരണം നിങ്ങൾ ലൈഫിൽ ഒരിക്കലും തന്നെ ചേഞ്ച് വരാൻ പോകുന്നില്ല. അതാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്ത് ചെയ്തു, അന്ന് മുതൽ അതായത് ഈ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് അതിലെ മെഡിറ്റേഷൻസും ഓരോ ടെക്നിക്കുകളും, ഇപ്പം പല ടെക്നിക്കുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓരോ ടെക്നിക്സും ഞാൻ ഉപയോഗിച്ച സമയത്ത് എൻ്റെ ലൈഫിലേക്ക് പണം ആഗ്രഹിക്കുന്ന സമയത്ത് നേരെ പണം എന്ന് പറഞ്ഞ രീതിയിലല്ല വന്നത്, അവസരങ്ങളായിട്ടാണ്. അതാണ് ഞാൻ ഇതിൽ തന്നെ സുമിഷ നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അഡ്വക്കേറ്റ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഇതിൽ അജിതയോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇങ്ങനെ സംസ്കൃതമാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകണം. അതായത് അവസരങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ പണത്തെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുക. മനസ്സിലായോ? പണം ഒരിക്കലും ഡയറക്റ്റ് ഞാൻ തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ലോട്ടറി, അബുദാബി ബിഗ് ടിക്കറ്റ് കുറേ പേർ 2 പേർക്ക് അടിച്ചിട്ടുണ്ട്. അബുദാബി ബിഗ് ടിക്കറ്റ് നമ്മളെ ഒരു സക്സസ് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, ഒരു സക്സസ് സ്റ്റോറിയും കൂടി വരുന്നുണ്ട്. കാരണം അങ്ങനെയെല്ലാം സംഭവിക്കും. ഈവൻ 1 CR കേരള ലോട്ടറി അടിച്ച സക്സസ് സ്റ്റോറീസ് നമ്മളുടെ ഉണ്ട്. ഇതുവരെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ല. എന്നെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവസരങ്ങളായിട്ടാണ് മുന്നിലേക്ക് വരുന്നത്. ഈ അവസരങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ് അവസരങ്ങൾ എന്ന് പറയുന്നത്. അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാതെ മാത്രമാണ് പണമെന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങളിലായിട്ട് അലയനിലാകുക. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക്, ഓക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന രീതിയിൽ നിൽക്കും. അതല്ല, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഓരോ ടെക്നിക്കുകളും നിങ്ങളെ വൈബ്രേഷൻ ലെവലിനെ ഹയറാക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഓരോ ടെക്നിക്കുകളും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് സമ്പന്നനാകാൻ പറ്റിയെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ കോഴ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പണത്തിൻ്റെ കാര്യത്തിൽ അടുത്ത പോയിൻ്റാണ് സത്യസന്ധത എന്ന് പറയുന്നത്. എപ്പോഴും ട്രൂത്ത്ഫുള്ളായി നിൽക്കുക എന്നുള്ളത്. നമ്മൾ പണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും സത്യസന്ധത നമ്മൾ കീപ്പ് ചെയ്യണം, എപ്പോഴും ജെന്യൂൻ ആയിരിക്കണം നമ്മൾ. അതിൻ്റെ റീസൺ ഞാൻ മുന്നേ പറഞ്ഞതാണ്. പണം ദൈവികമായിട്ടുള്ള ഊർജ്ജമാണ്. എപ്പോഴും ദൈവികത, സത്യവും ധാർമ്മിക മൂല്യങ്ങളും സംരക്ഷിക്കുന്ന വ്യക്തികൾക്കാണ് നിലനിൽക്കുക എന്നുള്ള വേർഡാണ് ഞാൻ പറഞ്ഞത്, നിലനിൽക്കുക. പണം എൻ്റെ വീടിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അറബി ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒരു ബ്രദറിനെ പോലെയായിരുന്നു ആ അറബി അദ്ദേഹത്തെ കണ്ടിരുന്നത്. ആ അറബിയുടെ മകളുടെ കല്യാണത്തിൻ്റെ ദിവസം ഗോൾഡ് എടുക്കാൻ പോയി. ഗോൾഡ് കുറേ അറിയാലോ, ഗൾഫിൽ കല്യാണവും കാര്യങ്ങളും വലിയൊരു അറബിയായിരുന്നു. ഗോൾഡ് എടുക്കാനുള്ള എല്ലാ പൈസയും കാര്യങ്ങളിലും കൊടുത്ത് ഇദ്ദേഹത്തിനായിരുന്നു. ഇദ്ദേഹം അതും തട്ടിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ബിൽഡിംഗ് എടുത്തു, ഭയങ്കരമായിട്ട് സമ്പന്നനായി, വലിയ വീടെടുത്തു, കാര്യങ്ങളെടുത്തു, എല്ലാം സംഭവിച്ചു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. ഇങ്ങനെ മോളുടെ കല്യാണം വരെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും ലക്ഷറി ആയിട്ട് അദ്ദേഹം കഴിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പതനം, അതായത് മോളെ കല്യാണം കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെക്കാളും വലിയൊരു ഫ്രോഡിനെയാണ് ഇദ്ദേഹത്തിൻ്റെ മകൾ കല്യാണം കഴിച്ചത്. അതാണ്
നമ്മൾ സത്യസന്ധമായ രീതിയിൽ പണം ഉണ്ടാക്കുന്ന പണം മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചീറ്റിങ്ങിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറേ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കിയിട്ട് അവസാനം ആ പണം നഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനത്തെ മീൻസ് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സാർ നഷ്ടപ്പെടുന്നതല്ല, ഈ പറയുന്നവർക്ക് മക്കൾക്ക് ദോഷം ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പേർക്ക്. അതെ, മക്കൾക്ക് അവര് പിന്നെ പണം ചീറ്റ് ചെയ്തതാണ് സമൂഹം പറയുന്നു. നമുക്കറിയില്ല അവരെങ്ങനെയാ പണം ഉണ്ടാക്കിയതെന്ന്. എങ്കിലും പൊതുവെ ഒരു അഭിപ്രായം അവർ വർക്ക് ചെയ്ത ജ്വല്ലറി ഷോപ്പിലെ ആളിനെ ചീറ്റ് ചെയ്തതാണ്, പിന്നെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും എന്ന പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. നമുക്കറിയില്ല, എനിക്കറിയില്ല ഇതിന്റെ യാഥാർത്ഥ്യം. സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന റൂമേഴ്സ് വിശ്വസിക്കാന്നുള്ളൊരു കാര്യം ഞാനങ്ങ് നിർത്തി. ഇല്ല, ഇത് ഞാൻ പറഞ്ഞ റൂമേഴ്സ് അല്ല, ഞാൻ പറഞ്ഞ റൂമേഴ്സ് അല്ല. അല്ല, ഇവരുടെ ഒക്കെ പിന്നെ മക്കൾക്ക് പക്ഷെ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അതെ, അത് കർമ്മയാണ്. കർമ്മ എന്ന് പറയുന്നത്, അതായത് കർമ്മത്തിന്റെ ഒരു രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പെയിൻ അനുഭവിക്കുന്നത് ചിലപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ, അതായത് കർമ്മം അടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഏറ്റവും വീക്ക് പോയിന്റ് നോക്കിയിട്ടാണ് കർമ്മം അടിക്കുക. അതായത് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം റിലേഷൻഷിപ്പ് ആണെങ്കിൽ കർമ്മ അതിലാണ് അടിക്കുക. അത് ബന്ധങ്ങൾ നഷ്ടപ്പെടും. നിങ്ങൾ സൗന്ദര്യമാണ് ആഗ്രഹിക്കുന്നത്, സൗന്ദര്യത്തിലാണ് അത് പ്രശ്നം ഉണ്ടാക്കുക. അതായത് ഞാൻ കുറേ ആൾക്കാർ കണ്ടു, ചിലപ്പോൾ രോഗങ്ങളായിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും റിലേഷൻഷിപ്പെല്ലാം തന്നെ താഴ്ന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇനി മുതൽ ചിലപ്പോൾ നിങ്ങൾ മുന്നേ പല കാര്യങ്ങളും ചെയ്യുന്ന, ഇനി മുതൽ പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സത്യസന്ധത എപ്പോഴും നമ്മളെ പണം എന്ന് പറയുന്ന എനർജിയെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്, അതോടൊപ്പം തന്നെ നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ കോടികൾ സമ്പാദിച്ചെന്ന് കരുതുക, നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് പണത്തെ എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പണം കൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ കോടികളുണ്ടോ, പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പണത്തിന് കാര്യമുണ്ടോ? ഇല്ലല്ലോ, യാതൊരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനമില്ല. അത് സത്യമാണ്. കാരണം ഇങ്ങനെ, അതായത് പലരും തെറ്റിലൂടെയും ഇതിലൂടെ പണം ഉണ്ടാക്കുന്നത്, അവർക്ക് ഫസ്റ്റിനെ ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ അവർക്ക് പതനം ഉണ്ടാകും. കാരണം പണം എന്ന് പറയുന്നത് ഡിവൈനായിട്ടുള്ള എനർജിയാണ്. ആ പണത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കാനും സ്നേഹിക്കാനും ശീലിക്കണം. പണം ഉണ്ടാക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു നല്ലൊരു വാഹനം പോകുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് അടുത്ത കാര്യമാണ്, ഇപ്പം ഞാൻ അടുത്ത ഒരു കാര്യം പറയുമ്പോഴാണ് അവരെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുക എന്നുള്ളത്. കൺഗ്രാജുലേറ്റ് ചെയ്യുക, അവരെ അഭിനന്ദിക്കാൻ വേണ്ടി ശീലിക്കുക. ഓക്കെ, ഇന്ന് ഒരു വ്യക്തി ഒരു സക്സസ് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതിൽ തന്നെ ഓരോരുത്തർ സക്സസ് പറയുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണ്. കാരണം ഞാനും അതിലൊരു ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളോ എൻ്റെ വീഡിയോസോ എന്തെങ്കിലും ഒന്ന് ഭാഗമായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അവർ എന്നേക്കാളും വലിയ രീതിയിൽ സക്സസ് ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അഭിനന്ദിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതും നമ്മളിലേക്ക് പണം വരെയുള്ള ഒരു വഴിയാണ്. എപ്പോഴും എല്ലാവരെയും അഭിനന്ദിക്കാൻ വേണ്ടി ശീലിക്കുക. ഇതിലെ ഓരോ വ്യക്തികളും, ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തികളാണ് സിമിയ ആയാലും സുമിഷ ആയാലും, ഇതിൽ വീഡിയോ ഓൺ ചെയ്തതിനേക്കാൾ അജിതയായാലും എല്ലാം തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവർക്ക് അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഈ സന്തോഷമാണ് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും. അതായത് നമ്മളെ ചുറ്റുമുള്ളവർ പണം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടി ശീലിക്കുക. അത് ചെറിയ കാര്യമായാൽ പോലും അഭിനന്ദിക്കുക. ഈ അഭിനന്ദനം എന്താണെന്ന് അറിയാം, നിങ്ങളെ മൈൻഡ് സെറ്റ് ഉയർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അഭിനന്ദിക്കാൻ സാധിക്കുക. നമ്മൾ ഈഗോ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചില ആൾക്കാർ പറയും സാറ് ഭയങ്കര ഇന്നസെൻ്റാണ് കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള. എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല, എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ്. ഈ രീതിയിലാണ് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുക. എന്നാൽ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളിൽ എപ്പോഴാണ് അഹങ്കാരം വർദ്ധിക്കുന്നത്? ഈഗോ. അഹങ്കാരം എന്ന് പറഞ്ഞ കാര്യം അറിയാലോ, ഈഗോ. ഞാനാണ് ചെയ്യുന്നത്. ഈവൻ ഇനീഷ്യൽ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പലരും റിസൾട്ട് കിട്ടി. എന്നാൽ ഞാൻ അഹങ്കരിക്കാൻ തുടങ്ങി, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണിത്. അന്നേരം എൻ്റെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ വന്നു. മനസ്സിലായോ? പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ വന്നു. ആ പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ട് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഏതൊരു വീഡിയോയിലും ഒരു സക്സസ് സ്റ്റോറി പറയുന്ന സമയത്ത് എല്ലാം തന്നെ ദൈവികമായ അനുഗ്രഹത്താൽ അവർ ലൈഫിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ദൈവികമായ ചൈതന്യത്താൽ അത് സംഭവിച്ചു എന്ന രീതിയിൽ. കാരണം എൻ്റെ കോഴ്സ് മാത്രമാണ് അതിന് സപ്പോർട്ട് ചെയ്തതെന്ന് പറയില്ല. അതൊരു മീൻസ് അതിൻ്റെ ഒരു വഴി ചിലപ്പം ക്ലാസ്സിലൂടെയോ എൻ്റെ വീഡിയോയിലൂടെയോ എൻ്റെ കാര്യങ്ങളിലൂടെയോ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ വേണ്ടി ശീലിക്കുക. എല്ലാവരിലും നന്മ വരട്ടെ, ലോകത്ത് എല്ലാവരിലേക്കും സമ്പന്നതയും സന്തോഷം വരട്ടെ എന്ന രീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, അത് നമ്മളെ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ലോകത്തുള്ള എല്ലാ സമസ്ത
ചരാചരങ്ങൾക്കും സന്തോഷവും സമൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കണക്റ്റഡാണ്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന സമയത്തും നിങ്ങളിലേക്കും പോസിറ്റിവിറ്റി വരും. അല്ലാതെ എൻ്റെ കുടുംബം ഞാൻ എന്ന് ചിന്തിക്കാതെ നമ്മൾ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് മറ്റുള്ളവർ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാനുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്ക് എൻ്റെ കുടുംബം മാത്രം മതി എന്നൊക്കെ ചിന്തിച്ച് എന്താണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടിലുള്ള ഒരു വർത്തമാനാണ് എന്താണ്, നമ്മള് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു. എന്നും ഇപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് അനുകമ്പ കാണിക്കും, എപ്പോഴും ചാരിറ്റിയിലോട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് കഷ്ടത വന്നുകൊണ്ടേയിരിക്കുന്നു പറയാൻ. അപ്പൊ ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അതെ അതെ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ദാനം എന്ന് പറയുന്നത് നിങ്ങളെ കയ്യിലെ പൈസ മുഴുവൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ചില ആൾക്കാർ ദാനം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. കയ്യിലെ പൈസ മുഴുവൻ കൊടുക്കും, കടം മേടിച്ച് കൊടുക്കും. അങ്ങനെയല്ല. ദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് തുക മാത്രമാണ് കൊടുക്കേണ്ടത്. ദൈവം ദുഷ്ടനെ പോലെ പന പോലെ വളർത്തും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബൈബിള് വചനാണ്. അത് എനിക്കതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വചനത്തെക്കുറിച്ച് മുന്നേ ചിന്തിച്ചിരുന്നു, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും എന്നുള്ളത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതിൽ ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ റീസൺ എന്താണെന്ന്? നിങ്ങൾ ഇതേപോലെ വചനങ്ങളും കാര്യങ്ങളും വായിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചാരിറ്റിക്ക് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പൊ കുറച്ചുകൂടി ചാരിറ്റിക്കല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നറിയാം? നിങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം നോക്കാതെയാണ് കൊടുക്കുന്നത്. അതെ അതെ അതെ, അതാണ് പ്രശ്നം. അത് ലാക്ക് ഓഫ് സെൽഫ് ലവ് ആണ്. അത് നിങ്ങളെ മറന്നിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പണ്ടല്ല, ഞാൻ മുന്നേ നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററി പറയുന്നത് എൻ്റെ കുറേ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവരെ സഹായിച്ച തുകയാണ്. ഏകദേശം 8 ലക്ഷത്തിൻ്റെ ഉപരി എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും പറഞ്ഞിട്ട് ആൾക്കാർ ചീറ്റ് ചെയ്യുന്നതാണ്. അതായത് അന്നേരം ഞാൻ നോക്കി എന്താണ് എന്നെ സംഭവിച്ചത്. എന്നിൽ ഈഗോ ഉണ്ടായിരുന്നു, ഞാൻ അവരെ രക്ഷിക്കണം, ഞാൻ എന്തോ സംഭവമാണല്ലേ. നമ്മളങ്ങനെയല്ല, ഓരോരുത്തരും അനുഭവിക്കുന്ന അവരെ കർമ്മത്തിൻ്റെ ഇതാണ്. നമ്മളെ കയ്യിൽ നിന്നിരുത്തി. അതായത് ഒരു 5-8 നിങ്ങൾ സമ്പാദിക്കുന്ന 5-8% മാത്രമാണ് ചാരിറ്റിക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ മുഴുവൻ പണവും കാര്യങ്ങളും കൊടുത്തിട്ട് നന്മവരാവേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്മവരാകുന്ന ഇങ്ങനെ സോഷ്യൽ മീഡിയ നന്മവരാകുന്ന വ്യക്തികളിൽ നോക്കിയാൽ മതി. അവർ വലിയ വലിയ കാറുകളിലും കാര്യങ്ങളാണ് സഞ്ചരിക്കുന്നത്. കാരണം അതിൻ്റെ മറവിലാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കുന്ന തുകയെ മൂല്യത്തെ അർഹിക്കുന്ന വ്യക്തികൾക്ക് അർഹിക്കുന്ന ശതമാനത്തിൽ മാത്രം കൊടുക്കുക, ആവശ്യത്തിന് കൊടുക്കുക. ഞാൻ ഏകദേശം 8-10% മാത്രമാണ് ഞാൻ കൊടുക്കാറ്, കൂടുതൽ കൊടുക്കാറില്ല. കാരണം എന്താണ്, നമ്മളെ നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക. മനസ്സിലായോ? അതാണ് നിങ്ങളെ മിസ്റ്റേക്ക്. അതോടൊപ്പം തന്നെ നമ്മളെ എലമെന്റ് മാസ്റ്ററിയിൽ ഉണ്ടല്ലോ, ഇനി സെൽഫ് ലവും മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പണത്തെ മാനിഫെസ്റ്റ് ഏത് ടെക്നിക്കാണ്? ഏറ്റവും കൂടുതൽ ടൂക്കപ്പ് മെത്തേഡാണോ, ഹോപ്നോ ടെക്നിക്കാണോ, ഏതാണ്? ഹോപ്നോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ടായത്? അത് വല്ലാതെ ടൈറ്റ് ആയിരിക്കുന്ന സമയത്ത് 5000 രൂപയും 1000 ഞാൻ ചെറിയ എമൗണ്ടുകളൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് കിട്ടാറുണ്ട്, എവിടെയെങ്കിലും കിട്ടാറുണ്ട് ആ സമയത്ത്. ഐ എം സോറി ഡിയർ 5000 മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതിങ്ങനെ കുറച്ചിങ്ങനെ പറഞ്ഞ 2-3 ദിവസം കൊണ്ട് കിട്ടാറുണ്ട് സാധാരണ. ചില സമയത്ത് ലോട്ടറിയുടെ രൂപത്തിലും കിട്ടാറുണ്ട്. ചെറിയ എമൗണ്ടുകൾ, വലിയ എമൗണ്ട് അല്ല. 1000-2000 വരെയൊക്കെ ലോട്ടറി അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ശരി, വേറെ ആർക്കാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യില്ല പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? സാർ, പണം ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്, മനസമാധാനമുണ്ട്, നല്ല ധൈര്യം കൂടിയിട്ടുണ്ട്. മുന്നോട്ട് എന്തും സാധിക്കും ഉള്ള ഒരു വിശ്വാസമുണ്ട് ഇപ്പം മനസ്സിനകത്ത്. നല്ല വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് ഞാൻ കണ്ടില്ല, സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇതാണ് മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ആർക്കെങ്കിലും ഇതേപോലെ പണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം? ഷീല മേഡം എന്തൊക്കെയുണ്ട്? ഞാൻ എലവൻ മാസ്റ്ററി പറയാറില്ല, ഷീല വേണം. ഇതാണ് ഷീല മേഡം. പറഞ്ഞോളൂ സാറേ. നമ്മുടെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് നമ്മൾ ആഗ്രഹിക്കുക, നമ്മളിപ്പോ ഒരു മെത്തേഡ് ചെയ്തില്ലെങ്കിലും നമ്മള് പണത്തിനെ ആഗ്രഹിച്ച്
എന്റെ അനുഭവം, ഞാനിപ്പോ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ നാളെ ആ കാശ് കൊടുത്തതിൽ നന്ദി, എനിക്ക് ക്യാഷ് കൊടുക്കാൻ സാധിച്ചതിൽ നന്ദി എന്ന് ഞാൻ ഇന്ന് പറഞ്ഞാൽ നാളെ ഉറപ്പായിട്ടും, ചിലപ്പോ എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നാളെ എനിക്കത് കൊടുക്കാൻ സാധിക്കും. തൂക്കം മെത്തേഡിൽ കൂടെ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും നമ്മളെ തൂക്കം മെത്തേഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും ഞാൻ ക്കൊണ്ടിരിക്കും. സന്തോഷം. പിന്നെ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ അവസരവും കൂടെ വന്നത്. ഇന്ന് ഹസ്ബൻഡിനാണെങ്കിലും ഒരു പുതിയ അവസരത്തിനും കൂടെ ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ടൂർ പാക്കേജിന്റെ. ഇത്ര നാള് നമ്മൾ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. ഞാനതാ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഞാൻ അലൈൻമെന്റ് മാസ്റ്ററി പറയല്ല, വേറെ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്നോട് പറയും, അതിനുവേണ്ട സപ്പോർട്ട്. പുള്ളിക്കാരി MLM പിടിച്ചു നിൽക്കുകയാണ്. എനിക്കറിയാം MLM എന്താണ്. പക്ഷേ നമുക്ക് ഇപ്പൊ കൈ പൈസ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ആരെങ്കിലും വന്ന് എന്റെ പ്രോഡക്റ്റ് മേടിക്കുകയും ചെയ്യും. നല്ല കാര്യം. ഹാപ്പിയാണ്. ഓർണമെന്റ്സിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഓർണമെന്റ്സിന്റെ സന്തോഷം. ഇന്ന് ഹസ്ബൻഡ് ആണല്ലോ ഒരു ടൂർ പാക്കേജിന്റെ നമ്മളൊന്ന് സംസാരിച്ച് അതൊന്ന് അച്ഛനൊക്കെ വന്നൊന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പോകുന്നു. നമുക്ക് ഇങ്ങോട്ട് ഓർഡറുകൾ നീയും പിടിച്ചു വരണം. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഇതേപോലെ സ്റ്റാറ്റസ് ആക്കി കാര്യങ്ങളോ വെക്കണമെങ്കിലും തന്നാൽ മതി, ഞാൻ സ്റ്റാറ്റസ് ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ സന്തോഷം. ഇദ്ദേഹം വരുന്ന സമയത്ത് എപ്പോഴും സങ്കടമായിരുന്നു, എപ്പോഴും വൈകുന്നേരം പുള്ളിക്കാരി സങ്കടം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അത് മെഡിറ്റേഷൻ കാര്യങ്ങളും ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട്. സന്തോഷം. ഓക്കെ വേറെ ആർക്കെങ്കിലും ഇത് ഈ ടെക്നിക്കൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നിക്കൽ എല്ലാം തന്നെ ഇപ്പോൾ ശീല മേഡം പറഞ്ഞില്ലേ ടെക്നിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല എന്നല്ലേ, അത് നമ്മളെ ഹീലിംഗ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നിക്കുകൾ നമുക്ക് ആവശ്യം പോലും വരില്ല. നമ്മൾ അതുമായിട്ട് അലൈനിലാവും. ഞാൻ തന്നെ കുറേ ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇനീഷ്യൽ ടൈമിൽ കുറേ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു. പിന്നെ അത് മെഡിറ്റേഷൻ കാര്യങ്ങളിലും നമ്മളെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നിക്കുകൾ ആവശ്യമില്ല. കാരണം നമ്മളെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കടമ്പ അല്ലെങ്കിൽ വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം ഫ്രീ ക്ലാസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളാവട്ടെ, ഇപ്പം അലൈൻമെൻറ്റ് മാസ്റ്ററി അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ശീല മേഡം പറഞ്ഞല്ലോ, അദ്ദേഹം ലൈഫിൽ അദ്ദേഹം ഇനീഷ്യൽ ടൈമിൽ വരുന്ന സമയത്ത് കണ്ണട പോലും വെക്കാതെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ രൂപത്തിലായിരുന്നില്ല. ഇപ്പോൾ കണ്ണട ഞാനിപ്പം പറയും കണ്ണട വെക്കണം, ഇങ്ങനെ നല്ല രീതിയിൽ മുടിയെല്ലാം വെക്കണം. എന്നാൽ അത് വെച്ച സമയത്ത് ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണുന്ന സമയത്ത് തന്നെ വരുന്നുണ്ട്. അതാണ് ആ ഒരു ചേഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കും, അത് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായത്? അത് നമുക്ക് എപ്പോഴെങ്കിലും ലോട്ടറി ഒക്കെ അടിക്കാറുണ്ട്, ചെറുതായിട്ടും വലുതായിട്ട് 5000, 500, 200, 100 അങ്ങനെ അടിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ളൊരു പ്രവണത വന്നിട്ടുണ്ട്. മറ്റേത് അങ്ങനെ സംസാരിച്ചില്ല. അവരെന്താ വിചാരിക്കുക എന്നുള്ളൊരു നമ്മൾ പറഞ്ഞ അവർ കേൾക്കുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അതിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. വീടിന്റെ തേപ്പെല്ലാം കഴിഞ്ഞു അല്ലേ? വീടിന്റെ തേപ്പെല്ലാം കഴിഞ്ഞു അല്ലേ? കുറച്ചും കൂടെ ഉണ്ട്. ഓക്കെ. അന്ന് പണ്ടല്ലോ ഇനീഷ്യൽ ടൈമിലെല്ലാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും തേക്കാത്ത ചുമരായിരുന്നു കാണാൻ. ഓക്കെ സന്തോഷം. ഓക്കെ എന്തായാലും എല്ലാം കഴിയട്ടെ. ഇനി വേറെ ഒക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടോ? അന്നേരം നമ്മൾ ടെക്നിക്ക് അതിനുശേഷം പറയുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ ധൈര്യമായിട്ട്. സാർ ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു, സ്റ്റേജ് 4 ആയിരുന്നു. അപ്പോ എല്ലാരും ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച് വിട്ട പോലെ ആയി. അവസാനം സർജറി കഴിഞ്ഞു, വീണ്ടും വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സാറിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് മുതൽ എനിക്ക് ടെൻഷൻ ആയിരുന്നു. ഞാൻ ഉറപ്പായി മരിച്ചു പോകും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ട് ക്യാഷ് ആയിട്ടൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും സാറിന്റെ ക്ലാസ് കേട്ട് എന്റെ ബോഡിയൊക്കെ ഇപ്പൊ നല്ലൊരു എനർജറ്റിക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ നല്ല കാര്യം. നിങ്ങൾ ഏത് സ്റ്റേജ് ആണ്? ഫോർത്ത് സ്റ്റേജ് ആണല്ലേ? ഒരു ചാന്ദിനി എന്ന് പറഞ്ഞ നമ്മളെ ലൈവിലും അലൈൻമെന്റ് മാസ്റ്ററിൽ ഇപ്പം പങ്കെടുക്കുന്നത് ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി അതിനെ ക്യാൻസർ വിന്നറോ അങ്ങനെ വിന്നർ എന്നായിട്ട് വിളിക്കുക. അവർ ആ ഒരു അതിലൂടെ കടന്നു പറ്റി ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തോളൂ. ഓക്കെ.
അതില് അത് നമ്മൾ ചെയ്യുന്നുണ്ട് നൽകിയ ഞാൻ. ബോഡി 2-3 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. 2-3 മെഡിറ്റേഷനോടൊപ്പം തന്നെ ഒരു ബൈനറി മ്യൂസിക് ഉണ്ട് ബോഡി ഹീലിങ്ങിന് വേണ്ടിയില്ല, അതൊന്ന് ചെയ്യും. അത് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. ഈ വേറെ ഒക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്യും. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ സാറേ, ഒരു കാര്യമുണ്ടേ. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും എന്നോട് പറയാറുണ്ട് ഇന്നെ സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു കഴിവാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ മെഡിറ്റേഷൻ സമയത്ത് ഈ കഴിഞ്ഞ ദിവസം ആരും എൻ്റെ ചെവിക്കത്തിരുന്ന് പറയുന്നത് പോലെ സംസാരിക്കാനുള്ള കഴിവ് നിനക്ക് നല്ല കഴിവുണ്ട്, അത് നിനക്ക് നല്ല സംസാരിക്കാൻ പറ്റും, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു തോന്നൽ ഈ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സെയിൽസിലേക്ക് മെഡിറ്റേഷൻ പോവാം, എക്സാമിൽ. നിങ്ങൾക്ക് നല്ല സെയിൽസിലേക്ക് പോവാം. സാർ താങ്ക് യു സാർ. സെയിൽസ് നിങ്ങളെ അത് ചിലർക്ക് സംസാരിക്കാൻ നമുക്ക് തോന്നും ഈ മേഖലയിലാണ്. നിങ്ങൾ ഒരു മോട്ടിവേഷൻ ട്രെയിനേക്കാളും കൂടുതൽ നിങ്ങൾ സെയിൽസിൽ ട്രെയിനിങ്, ഇപ്പം ട്രെയിനിങ് മേഖലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ എടുക്കണ്ട, സെയിൽസിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. ഇപ്പം പറഞ്ഞ പ്രകാരം അതായത് നിങ്ങളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിങ്ങൾ പേഴ്സണലി സംസാരിക്കുക. എത്ര സെയിൽസ്, അതായത് അവർ പറയുന്ന പേഴ്സൻറ്റേജിലാണ്, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ അവരോട് അങ്ങോട്ട് പേഴ്സണലി സംസാരിക്കുക. അതിന് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം, ഓക്കെ ഇന്ന രീതിയിൽ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ ഷെയർ കിട്ടുന്നത്. അത് ഓരോരുത്തരും അതായത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. ഓക്കെ, അതിലേക്കൊന്ന് ട്രൈ ചെയ്യും. താങ്ക് യു സാർ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാറ് സുമിഷാണേ. സുമിഷ. പില്ലോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ ആ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങിയപ്പോ ഞങ്ങളുടെ കടയില് ഹസ്ബൻഡിന് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു കച്ചവടമൊക്കെ കുറഞ്ഞു, ഭയങ്കര ഒരു എന്താ നീ ഇവിടെ ഞാനിപ്പോ ഡെലിവറി ആയിട്ട് എന്റെ വീട്ടില, ഇവിടെ ഉള്ള പോലെയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഞങ്ങളുടെ കച്ചവടം അനുദിനം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പില്ലോ മാനിഫെസ്റ്റേഷൻ ചെയ്തു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുക പഴയ പോലെ നമ്മുടെ ഇവിടെ വണ്ടി നിർത്തി ടൂറ് പോയ ആളുകളൊക്കെ വന്ന് ചായ കുടിക്കണു, പഴയ രീതിയിലുള്ള കച്ചവടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ അത് അലൈൻമെന്റ് മാസ്റ്ററിൽ പറയണോ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയണോന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും അത് ഹീലിംഗ്, അത് നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസും കാര്യങ്ങളുണ്ട്. അത് ഹീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തന്നെ എന്നെ ഹീൽ ചെയ്തതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ ബിസിനസ് വന്നു, എനിക്ക് മില്ലുണ്ട്, മില്ലിൽ ബിസിനസ് വന്നു. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതായത് നമ്മളെ ആ ഒരു ബ്ലോക്കിൽ നമ്മളതിനെ നമ്മളെ ചുറ്റുമുള്ള വൈബ്, അതായത് ഞാനിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് പോസിറ്റിവിറ്റി വരും. അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ നെഗറ്റിവിറ്റി ബാധിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ട്രോമാസാണ് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി മീൻസ് എൻ്റെ പാസ്റ്റിലും എൻ്റെ കുട്ടിക്കാലത്തിലെ അച്ഛൻ എനിക്ക് നൽകിയ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം തന്നെ ഹീൽ ചെയ്ത് വന്നതിന് ശേഷം അച്ഛനും ഒരു ചേഞ്ച്, അതായത് എന്നിൽ ചേഞ്ച് കാണാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ മെഡിറ്റേഷൻ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ഞാനും അച്ഛനും എൻ്റെ അനിയത്തിയും അമ്മയെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. അന്നേരം അത് വലിയൊരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നു. അതാണ് ആരാണോ അവനവനെ ഹീൽ ചെയ്യുന്നത്. അതാണ് എലൈൻമെൻറ്റ് മാസ്റ്റർ ഇന്ന ചൈൽഡ് ഹീലിംഗ് തന്നെ. അതിൽ 3 ലെവൽ കഴിഞ്ഞില്ല, നീ 4ഉം 5ഉം ലെവലുണ്ട്. അത് ചെയ്യുകയാണ്. അതിൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പാസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. അന്നേരം ഇനിയും മാറ്റമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സാറേ ഞാൻ എനിക്കൊരു കാര്യം പറയണമായിരുന്നു. ഇന്ന് ഞാൻ സാറിന് വോയിസ് ഇട്ടപ്പോൾ വിചാരിച്ചു സാധിച്ചു കഴിഞ്ഞിട്ട് മതിയോ പറയാനുള്ളത്. അപ്പൊ നാളെ ആ പറഞ്ഞൊരു ഡേറ്റ് ഒരാളിന് എന്നെ കൊണ്ടൊരു ചിട്ടിയിൽ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നെ അറിയാത്ത കാരണം കൊണ്ട് ചിട്ടി വെക്കുന്ന ആൾക്കാർ എന്നെയാണ് പേരിട്ടിട്ട് ചേർത്തിയത്. പക്ഷെ അവരാണ് പൈസയും ക്യാഷൊക്കെ അടയ്ക്കുന്നത് അവരാണ്. 3-4 മാസമായിട്ട് അവര് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട്, അതായത് അടയ്ക്കേണ്ട ടൈം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അടയ്ക്കേണ്ട ക്യാഷ് തരുന്നത്. ചിട്ടിയാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഞാൻ വിളിച്ചു കൊടുക്കുകയും ചെയ്തു. 3 ലക്ഷത്തിന് കിട്ടിയ അതിന്റെ ക്യാഷ് എല്ലാ പ്രാവശ്യം ഞാൻ എന്നിട്ട്, പക്ഷെ എനിക്കൊരു മാന്യത ഉണ്ടല്ലോ എന്ന് കേട്ടിട്ട് ഞാൻ കറക്റ്റ് ടൈമിൽ ഞാൻ ക്യാഷ് കൊടുക്കും. പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. 3 മാസത്തിന് ആയിപ്പോ ഓരോ മാസം വൈകിട്ടാണ്. ഇപ്പോ കഴിഞ്ഞ മാസത്തെ ഈ മാസം വരും, അങ്ങനെ ഇതായിട്ടാണ് വരുന്നത്. ഈ മാസം എന്താന്ന് എല്ലാ പ്രാവശ്യം കുറുക്കാരി വിളിക്കാറുണ്ട്, വിളിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം 14-ാം തീയതി ഇതേവരെ വിളി വന്നിട്ടില്ല. ഇവിടെ അവര് പറഞ്ഞത് തിങ്കളാഴ്ച തരാട്ടോ, അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കൂന്നാ പറഞ്ഞത്. ഇതുവരെ കുറിക്കാരുടെ വിളി വന്നിട്ടേ ഇല്ല ചിട്ടി നടത്താൻ. അത് വലിയൊരു പില്ലോ മെത്തേഡ് യൂസ് ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിന് ഡിസ്റ്റർബ് ചെയ്യുന്ന തുക ഒരിക്കലും കൊടുക്കരുത്. അതാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ നമ്മളെ ക്ലാസ്സിൽ മനസ്സിന് ഡിസ്റ്റർബ് ചെയ്യുന്ന തുക ഒരിക്കലും വലുതായിട്ടാ പോയിരിക്കുന്നത്. ഓക്കെ, അത് പില്ലോ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവവും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പോവുകയാണ്. സാറേ എനിക്കൊരു കാര്യം വേണ്ട, ഞാൻ ഹോപ്പ് മെത്തേഡ് ചെയ്തിരുന്നു.
അന്ന് നന്നായിട്ട് എനിക്ക് പൈസ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഉം. അപ്പോ എനിക്ക് ഇന്ന് വരെ ഞാൻ ലോട്ടറി എടുത്തിട്ടുള്ള വ്യക്തിയാ. അപ്പൊ ഞാൻ ആദ്യം ഒരു അമ്മ ഇങ്ങനെ പോയപ്പോ എന്നോട് ചോദിച്ചു, മോളെ ലോട്ടറി വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഉം. അതിനോട് ഭയങ്കര എതിരുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ തന്നു. അതിനുശേഷം ഞാൻ എങ്ങനെ എടുത്താലും എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഫസ്റ്റ് ഞാൻ എടുത്ത എനിക്ക് 5000 രൂപ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് പല പല പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അതിലൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. 1000, 200, 100, 500 ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു അതിശയം തന്നെയാണ് എനിക്കത്. അതൊരു പിന്നെ ഒരു കാര്യം കൊണ്ട് സാറേ, എനിക്ക് ഇതുവരെ പല പ്രാവശ്യം എനിക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, യൂറോപ്പിലേക്ക്. പല പ്രാവശ്യം എനിക്കത് വന്നതായിരുന്നു. പക്ഷെ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അതൊക്കെ തടസ്സപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഡിസംബറിലേക്ക് എനിക്കൊരു ഇത് വന്നിട്ടുണ്ട്, റെസ്റ്റോറന്റിൽ ജോലിയായിട്ട്. അപ്പൊ സാറാണ് പ്രാർത്ഥനയിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാലും കാര്യങ്ങൾ നിങ്ങൾ എന്നാലും വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഈ സ്റ്റോറി എന്നാലും സന്തോഷം. അതിങ്ങനെയാണ് ലോട്ടറിയുടെ ഹാബിറ്റ് ആയിട്ട് ഞാൻ ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതൊരു ഹാബിറ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിലൊരു ഞാൻ തന്നെ ലോട്ടറി എടുക്കുന്ന സമയത്ത് എനിക്ക് 5000 രൂപ വരെ അടിച്ചിട്ടുള്ളൂ. അതും ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും വൃദ്ധനോ നമുക്ക് ഞാൻ ലോട്ടറി ചെക്ക് ചെയ്യാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. പേഴ്സണലി ഞാനത് വെക്കും. ഞാനത് കൊടുക്കുന്ന സമയത്ത് ലോട്ടറി അടിക്കണം എന്നുള്ള ആഗ്രഹം പോലും വെച്ചിട്ടില്ല. ഞാൻ എടുക്കുക, കാരണം ഞാനത് വെക്കും. പിന്നെ ഞാൻ അവർക്ക് ആ പണം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും പ്രായമായിട്ടും ഇത്രയും ഫിസിക്കലി ഡിസേബിൾ ആയിട്ട് പോലും അവരത് ചെയ്യുന്നില്ലേ, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ലോട്ടറി കൂടുതൽ ഞാൻ ഇപ്പം 100 രൂപ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് പൈസ മേടിക്കാറില്ല, അത് വെച്ചോ എന്ന് പറയും. കാരണം ഞാൻ ആ ലോട്ടറിയേക്കാളും കൂടുതൽ അവരെ എങ്ങനെ സഹായിക്കാം, കാരണം അവരെ വർക്കിനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. അതാണ്. എന്തായാലും സന്തോഷം നിങ്ങൾ ഈ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. സാറേ, ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞില്ലേ മനസ്സിന് ഇടങ്ങറാവുന്ന വലിയൊരു തുകകളൊന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിവൈൻ മണി ബാക്ക് എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് നല്ലതാണ്. ഡിവൈൻ മണി ബാക്ക് സ്വിച്ച് വേർഡ്. കുറെ കടങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തിച്ച് ഡിവൈൻ മണി ബാക്ക്, ദൈവികമായ പണം തിരികെ വരട്ടെ എന്നുള്ളതാണ് സ്വിച്ച് വേർഡ്. കുറെ പേർക്ക് അങ്ങനെ തിരികെ കിട്ടിയിട്ടുണ്ട്. ഈവൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറെ പണം നഷ്ടപ്പെട്ട് എനിക്ക് തിരികെ അതിന്റെ ലിങ്ക് ഉണ്ടോ സാറേ? ലിങ്ക് അല്ല, അത് സ്വിച്ച് വേർഡ് ആണ്. അത് നിങ്ങൾ അത് എഴുതുന്ന 21 ടൈംസ് നിങ്ങൾക്ക് എഴുതാം. അത് എന്താണ് എഴുതേണ്ടത്? എന്താണ് എഴുതേണ്ടത്? ഡിവൈൻ ഡിവൈൻ മണി ബാക്ക്. ഡിവൈൻ മണി ബാക്ക് ഒരു സ്വിച്ച് വേർഡ് ആണ്. അത് സാർ, അത് കൊടുത്തത് തിരിച്ചു കിട്ടാനല്ലാതെ നമുക്ക് അല്ലാതെ ഒരു സോഴ്സ് കണ്ടെത്താനാണെങ്കിൽ ഇത് പറയാവോ? അല്ലാതെയുള്ള സോഴ്സിന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന അഫർമേഷൻസ് ഞാൻ എല്ലാ ലൈവിലും പറയാറുണ്ട്. എനിക്ക് അനുകൂലമായി എൻ്റെ ബിസിനസ്സിന് അല്ലെങ്കിൽ എൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യം, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഈ ഒരു അഫർമേഷൻ പറഞ്ഞാൽ മതി. നല്ല അഫർമേഷൻ. എനിക്ക് ഭയങ്കര സന്തോഷം. 21 പ്രാവശ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി പണം തിരികെ നേരുന്നതായിട്ടും ആ വ്യക്തിക്ക് നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പറഞ്ഞോളൂ. എന്താണ്? ഞാൻ ആ അഫർമേഷനാ പറയാറ്. അതെ, അഫർമേഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമുക്ക് വിചാരിക്കാത്ത സമയത്തൊക്കെ ഓരോരുത്തര് പറയാറുണ്ട് ഞാൻ ചേരാ, എത്ര RD എമൗണ്ട് ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോ ഇപ്പൊ അടുത്ത് തന്നെ ഞാന് മറന്നു പോയതാ, പക്ഷെ അവര് എന്നെ ബാക്കിന്ന് കണ്ടിട്ട് നിങ്ങൾ അന്ന് ആരുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അടുത്ത മാസം വരുന്നുണ്ട് കേട്ടോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അതുണ്ട്. പിന്നെ കുഴപ്പമില്ല എന്ന് പറയില്ല, ആ വേർഡ് നീ ഉപയോഗിക്കാതിരിക്കും. അതിന് വരാം നല്ലത് അല്ലെ നല്ലതല്ല, നല്ലത് അല്ലെ നല്ലതല്ല, നല്ലത് മാത്രമാണ്. ഇപ്പം ഞാൻ ദാരിദ്ര്യത്തിലാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു വേർഡ്സ് ഇല്ലേ, വേർഡ്സ് തന്നെ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലല്ല, നല്ല രീതി എന്ന് പറയുന്ന കാര്യമായിരിക്കും കയറുക വേർഡ്സിൽ. അതായത് വേർഡ്സിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ എന്തൊക്കെയുണ്ട് വിശേഷം, തട്ടിമുട്ടിയും ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകും എന്ന് പറഞ്ഞു. ചിലപ്പോ അങ്ങനെ ഞാൻ സൂപ്പറാണ് അറിയും. സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ചെയ്ത്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നു, ഷെയറായിട്ട് പോകും, അങ്ങനെയാണ് ഞാൻ പറയുക. എന്തൊക്കെയാണ് വിശേഷം, നല്ല രീതിയിൽ, നല്ലതെന്ന് പറയും. ഇവൻ നല്ലതെന്ന് പറയും. അത് തന്നെ അങ്ങനെ ഒന്ന് ചേഞ്ച് വെക്കും. അങ്ങനെ ഒന്ന് വേർഡ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കും. നല്ല ചേഞ്ച് ഉണ്ടാവും. വേർഡ് ഷിഫ്റ്റ് യുവർ റിയാലിറ്റി എന്ന് പറയും ചില വേർഡ്സ്. സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്താ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇനി നമ്മള് ടെക്നിക്കൽ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. സാറേ, എനിക്കൊരു സംശയമുണ്ട് സാർ. ചോദിച്ചോ. അത് പിന്നെ
എന്റെ മകളെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ അച്ഛന്റെ ആധാരം വാങ്ങിയിട്ടാണ്, അത് പണയപ്പെടുത്തിയിട്ടാണ് എന്റെ മകളെ കല്യാണം നടത്തി കൊടുത്തത്. ഓക്കെ. അപ്പൊ എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ എനിക്ക് എന്റെ അച്ഛന് ഇപ്പൊ സുഖമില്ല. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ ആധാരം തിരിച്ചേൽപ്പിക്കണം. ഓക്കെ. ഇങ്ങനെ ഹോപ്നോപ്നോ ഒന്ന് യൂസ് ചെയ്യും. എന്ത് സാർ? ഹോപ്നോപ്നോ, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഹോപ്നോപ്നോ ടെക്നിക്ക് അറിയില്ല? അറിയില്ല സാർ. ഇല്ല, അത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോയിൽ, യൂട്യൂബിൽ നോക്കാം. ഞാനിപ്പോ അടുത്ത് കുറച്ചായിട്ടുള്ളൂ സാറെ ക്ലാസ്. ഓക്കെ ഓക്കെ, അത് ടെൻഷൻ അടിക്കണ്ട. ഹോപ്നോമിനെ യൂസ് ചെയ്ത് ഈ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട ഈ ഹോപ്നോമിനോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം കുറേ പ്രോബ്ലംസ് കാര്യങ്ങൾ പറയുന്ന ഹോപ്നോമിനോടെ ഞാൻ പറഞ്ഞു കൊടുക്കുക. അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് 1.5 hour വീഡിയോ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, നമ്മൾ ഇനി ആ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇപ്പം 12-12 എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ മുന്നേ ചെയ്തിരുന്നു. അന്നേരം ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 11-11 എന്ന് പറയുന്ന വേർഡ് നമ്മളെ കൈകളിൽ എഴുതാൻ പോവുകയാണ്. 11-11. ഇപ്പം ഇതിൽ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മളെ മോതിര വിരലാണ്. മോതിര വിരൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എർത്ത് എലിമെൻ്റാണ്, അഥവാ ഭൂമി തത്വമാണ്. ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ട എലിമെൻ്റാണ്. ഇതിലെന്ത് ചെയ്യാം, നിങ്ങൾ പെണ്ണെടുക്കുക, എന്നിട്ട് 11x11 കണ്ടോ, 11x11. അടുത്തതിലും 11x11, അടുത്തതിൽ 11, ഒരു 2 കുത്ത് 11, ഈ രീതിയിൽ എഴുതാം. മനസ്സിലായോ? ഈ രീതിയിൽ എഴുതാം. ഇതിപ്പം എഴുതുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഇപ്പം കയ്യിൽ എങ്ങനെയാണോ ചാറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർ കയ്യിൽ ഡ്രീംസ് കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുന്ന പോലെ തന്നെയാണ് ഇത് നമ്മൾ കൂടുതലായി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മെഡിറ്റേഷൻ ഉൾപ്പെടുത്തും. ഇതിൽ എഴുതി വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൈ ഒന്നുകൂടി കാണിക്കോ സർ പ്ലീസ്? ഓക്കെ ഓക്കെ, കാണിക്കാം. ഇതാ 11 ഡോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറില്ലേ, 11 എനിക്ക് കാണുന്നില്ല, അതാ ഓക്കെ, ക്ലിയർ ആവുന്നില്ല. ജസ്റ്റ് ഓരോ ഇതില്ലേ, ഓരോരോ 3 മടക്കില്ലേ, 3 മടക്കിൽ ഒരു മടക്കിൽ എന്താ 11 എഴുതുക, എന്നിട്ട് 2 dots 11 ഡോട്ട്, 2 ഡോട്ട് ഇടുക, 2 ഡോട്ട്. ഇപ്പം ഏഞ്ചൽ നമ്പേഴ്സ് കാണില്ലേ, അതുപോലെ ഇടുക. അതായത് ഒരു മടക്കില്, ഒരു മടക്കിന്റെ മുന്നേ 11 എഴുതുക, 11 ഡോട്ട് 11, 2 ഡോട്ട് പിന്നെ 11. അങ്ങനെ 3 1 2 3 എഴുതുക. ഓക്കെ, ഇതില് നമ്മള് ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് ഒരു മടക്കില് 2 11 വരും, നടുവില് 2 ഡോട്ട്സ്. നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോ ഞാൻ വെച്ചത് ബ്ലാക്ക് കളറാണ്. ഏത് ഇങ്ക് ഉപയോഗിക്കണം അങ്ങനെയുണ്ടോ? നിങ്ങൾ കളർ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, കളർ തെറാപ്പി കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കളറ് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് പച്ചയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ് പച്ച. ഇപ്പം ഈവൻ വാട്ടർ മാനിഫെസ്റ്റേഷനും ഡെയിലി മാനിഫെസ്റ്റേഷനും അങ്ങനെ എന്തോ ആട്ടെ, അത് ചെയ്യുന്ന സമയത്ത് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പച്ച മഷി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിലിപ്പം ബ്ലാക്ക് കളറോ ബ്ലൂവോ വാട്ടോ അത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഈ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയാം, ഈ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പം മെഡിറ്റേഷൻ ഉണ്ട്, നമ്മളൊരു ഗൈഡഡ് മെഡിറ്റേഷൻ, അബൻഡൻസിൻ്റെ ഒരു മെഡിറ്റേഷൻ. ഞാനിപ്പം ഈ ടെക്നിക്കിനോടൊപ്പം തന്നെ ഒരു മെഡിറ്റേഷനും കൂടി ഉൾപ്പെടുത്തും. ഇപ്പം ക്രിസ്റ്റൽസിനോടൊപ്പം തന്നെ ഒരു മെഡിറ്റേഷൻ ഉൾപ്പെടുത്തി, അതോടൊപ്പം തന്നെ എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ലൈവായിട്ടുള്ള മെഡിറ്റേഷൻസും പ്രസൻറ്റേഷൻ വെച്ചുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങാൻ പോവുകയാണ്. 2 എഴുതണ്ടുള്ളൂ സർ? 3 മടക്കിൽ 3 എഴുതണം. കണ്ടില്ലേ? രാത്രി കിടക്കുമ്പോൾ എഴുതാനോ അങ്ങനെ? രാത്രി കിടക്കുന്ന സമയത്ത് എഴുതാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ എഴുതുന്നതാണ്. രാവിലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനി പ്രസ് ചെയ്യാൻ പോകുന്നുണ്ട്. ജസ്റ്റ് വെറുതെ എഴുതുക മാത്രമല്ല, ഓരോ ആഗ്രഹങ്ങളും ഈ
ആങ്കറിങ് ടെക്നിക്ക് പോലെ ആങ്കറിങ് ടെക്നിക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇതിൽ നിങ്ങൾ മൂന്ന് തവണ എഴുതിയില്ലേ, ഇനി മൂന്നിന് ഈക്വൽ ആയിട്ടുള്ള കാര്യം എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നുള്ള കമൻറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ആദ്യത്തെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സങ്കല്പമാണ് കൊടുക്കേണ്ടത്. ഉദാഹരണം ഞാൻ 1,00,000 രൂപ എൻ്റെ കോഴ്സിലൂടെ ആഗ്രഹിക്കുകയാണ്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സങ്കല്പം വെച്ചിട്ട് വേണം ഇരിക്കാൻ. രണ്ടാമത്തേൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ്, അതിലെന്താണ് എനിക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് എനിക്കൊരു 50,000 രൂപ വേണം. മൂന്നാമത്തേൽ പ്രസ് ചെയ്യാം, അതിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം, ഒരു സങ്കല്പം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ കൊടുക്കണം, അത് വേണം ചെയ്യാൻ. മനസ്സിലായോ? ഇതില് നിങ്ങൾ ചോദിച്ചോ? അല്ല, ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും എനിക്ക് റേഞ്ച് ഓഫ് മാനുഫാക്ചറേഷൻ ഇതൊന്ന് കയറണമെന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയാണത്, സത്യം ഞാൻ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ പറയാമെങ്കിലും പറയുന്നു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പ്രൊമോഷന് പ്രതികൂലമായ ഘടകങ്ങളാണ് കൂടുതൽ, അനുകൂലമായ ഘടകമില്ല. ബ്ലസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, സ്വിച്ച് വേർഡ് ആണ്. നമ്മൾ അവരാണ്, അതായത് നിങ്ങൾക്ക് എവിടെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾ +, ഈ വ്യക്തി ഇന്നൊരു വ്യക്തി ഷെമിനിയ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറേ നമ്മളെ ക്ലാസ്സിലായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ രാവിലെ 5:45 ഇറങ്ങും, രാത്രി 7:30 വരാൻ. അപ്പൊ ഏപ്രിൽ മെയ് സമയത്ത് ഈ ഒരു ഡ്രീം ജോബ് മാനിഫെസ്റ്റേഷൻ വരുമോ, ക്ലാസ് വരുമോ? അത് സമയത്ത് ഞാൻ അറിയിക്കാം. ഈ അടുത്ത് തന്നെ തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ എലമെന്റ് മാസ്റ്ററി തുടങ്ങി. ഈ എലമെന്റ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് മെയിനായിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് ഡ്രീം ജോബ് മാസ്റ്ററി നല്ല പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല സക്സസ് ഉണ്ട്. അന്നേരം അത് തുടങ്ങുന്ന സമയത്ത് എന്തായാലും ഞാൻ ഗ്രൂപ്പിലും സ്റ്റാറ്റസ് ആക്കിയിട്ട് എല്ലാം തന്നെ അറിയിക്കുന്നതായിരിക്കും. ഈ അടുത്ത് തന്നെ ഉണ്ടാവും, അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, 3 ആഗ്രഹങ്ങൾ. നിങ്ങൾ 3 ആഗ്രഹങ്ങൾ എന്താണ് ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ആഗ്രഹങ്ങൾ കമൻറ്റ് ചെയ്യുക. 3 ആഗ്രഹങ്ങൾ, ഒന്ന് വീടായിരിക്കാം, ചിലപ്പം ലോട്ടറി ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഗ്രോത്ത് ആയിരിക്കാം, വാട്ട് എവർ. അത് 3 ആഗ്രഹങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് എല്ലാവരും, ഇപ്പോൾ 95 മെമ്പേഴ്സ് ഉണ്ട്, അവരെല്ലാവരും 3 ആഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, മീൻസ് ഓക്കെ ഇതാണ് ആഗ്രഹം എന്നുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഈ ഒരു മടക്ക്, ഈ ഒരു ബെൻഡ് നമ്മൾ പ്രസ് ചെയ്യും. എന്നിട്ട് ആ ആഗ്രഹം മനസ്സിൽ ഹാപ്പി ഫീലിംഗ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. എന്നിട്ട് ആ ഫീലിംഗിൽ നിൽക്കും, പിന്നെ വിടും. പിന്നെ അടുത്ത ആഗ്രഹം സങ്കല്പിക്കും, രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ ആഗ്രഹം സങ്കല്പിക്കും. വീണ്ടും എന്ത് ചെയ്യും, ഒന്നാമത്തെ ആഗ്രഹത്തിൽ പോവും, രണ്ടാമത്തെ ആഗ്രഹം, മൂന്നാമത്തെ ആഗ്രഹം, പിന്നെ പിന്നെയും ഒരു സർക്കിളും കൂടി ഇത് ചെയ്യും. ഇത് 2 വിരലുകളിലും നമുക്ക് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കോഴ്സിലൂടെ 1,00,000 രൂപ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു പ്രസ്സിങ് കൊടുക്കും, എന്നിട്ട് സങ്കല്പിക്കും, അതിങ്ങനെ സങ്കല്പിക്കും. പിന്നെ രണ്ടാമത്തെ ആഗ്രഹം കൊടുക്കും, പിന്നെ മൂന്നാമത്തെ ആഗ്രഹം, വീണ്ടും എന്ത് ചെയ്യും, ആദ്യത്തെ ആഗ്രഹം ഉണ്ടാവും, പിന്നെ രണ്ടാമത്തെ ആഗ്രഹത്തിൽ പ്രസ് ചെയ്യും, പിന്നെ മൂന്നാമത്തെ ആഗ്രഹം. മൂന്നാമത്തെ സർക്കിളിലും ഇതേപോലെ തന്നെ 1, 2, 3 മൂന്നാണെങ്കിലും സെയിം ആയിട്ടില്ല. ഇപ്പോൾ ഒന്നാമത്തെ ആഗ്രഹമാണെങ്കിൽ രണ്ടാമത്തെ സർക്കിളിൽ വരുന്ന സമയത്ത്, രണ്ടാമത്തെ പാറ്റേണിൽ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആഗ്രഹം വെച്ചിട്ട് വേണം നിങ്ങൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, 8 നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇങ്ങനെ മുദ്രകളിൽ ഇതിന് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഭൂമി തത്വമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ NLPയിലെ ആങ്കറിങ് ടെക്നിക്കും മെഡിറ്റേഷനും ചെയ്യാൻ പോകുന്നുണ്ട്. 2 വിരലിലും എഴുതണം? 2 വിരൽ എഴുതണ്ട, 1 വിരൽ എഴുതിയാൽ മതി, ഇടതിൽ എഴുതിയാൽ മതി. സാറേ, ഒരു സംശയം ചോദിച്ചേട്ടെ, 3:11 ആണോ 6:11 ആണോ വരുന്നത്? ഇതിൽ 6:11 വരും. 6:11 വരും. ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു. ഇത് ഇത് മാത്രം നോക്കിയത്. ഇതിൽ 2:11. ഒരു പെണ്ണില് 2:11. ഇതിൽ എന്താണ്, ഇതിൽ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് ഒരു റിമൈൻഡർ ആണ്. ഓക്കെ, ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിപ്പോൾ കയ്യിൽ ചാറ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇത് കാണുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ ഓക്കെ ഇതാണ് ആഗ്രഹം ഉള്ളത് എന്നൊക്കെ രീതിയിൽ 12 ഉപയോഗിച്ചിട്ട് 2 വിരലിലും എഴുതണോ? ഒരു കൈ മുതിര വിരൽ. അപ്പോ 11 അല്ലേ എഴുതിയിട്ടുള്ളൂ, അപ്പൊ 3:11 അല്ലേ വരൂ? 3:11 അല്ല, 1 വീതം. 11:11. ഓക്കെ. അത് മാറ്റി എഴുതാൻ പറ്റുമോ സാർ? ഒന്നുകൂടി ഡോട്ടിന്റെ മോളെ കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ, താങ്ക് യു. നമ്മൾ ഇനി അബൻഡൻസ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളെ 3 ആഗ്രഹങ്ങൾ കമന്റ് ചെയ്തോ, എല്ലാവരും കമന്റ് ചെയ്തോ? കമന്റ് ചെയ്ത ഒന്ന് കമന്റ് ചെയ്യുക.
നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, 3 ആഗ്രഹങ്ങൾ. ഓക്കെ, 1 lakh ജോബ്, ഹെൽത്ത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എഴുതേണ്ടത്. ബിസിനസ് ലോൺ ക്ലോസ് ചെയ്യുന്ന പറയുന്നതിനേക്കാൾ ഉപയോഗിച്ച് എത്ര രൂപയാണ് ഉണ്ടാക്കേണ്ടത്. ഈ ലോണ് കടം കൊടുത്ത് തിരിച്ചു കൊടുക്കണം അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം ആണെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ത്ലി. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഓക്കെ, അങ്ങനെ എല്ലാവരും ഇതാ. ഹൗസ്, ലോട്ടറി, എക്സ്ട്രാ ഇൻകം. നിങ്ങൾ ഇതിപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള സങ്കല്പം കൊടുത്തിട്ട് വേണം പ്രസ് ചെയ്യാൻ. ബാങ്കിൽ നിന്ന് എന്റെ ആഭരണം എടുക്കണമെന്ന് എഴുതാവോ സർ? പറയാവോ? ബാങ്ക് അത് എഴുതാം. അതിനേക്കാൾ ഉപരി ഈ ഫിനാൻഷ്യൽ ആയിട്ട് ഇപ്പം ആഭരണം എടുക്കണമെങ്കിൽ ഇത്ര രൂപയില്ലേ, ഇത്ര രൂപ, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ സർ. ഓക്കെ, ലോൺ അടക്കണമെങ്കിൽ ഓക്കെ ലോൺ അടക്കണം എന്ന് ചിന്തിക്കുന്ന ഇത്രയും പൈസ സമ്പാദിച്ചിട്ട് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. നേരെ മറിച്ച് അതിനേക്കാളും നല്ലത് എന്താണ്, ലോൺ അടയ്ക്കാനുള്ള തുകയെക്കാട്ടും കൂടുതലായിട്ട് ഉണ്ടാക്കണം, അതായത് ഏൺ ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ സങ്കല്പിക്കണം. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. ഓക്കെ സർ. ഞാൻ തന്നെ എനിക്ക് പണം കുറേ നഷ്ടപ്പെട്ട സമയത്ത്, പണം നഷ്ടപ്പെട്ട മീൻസ് കുറേ പേരെ ഞാൻ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് ഞാൻ അതിൽ ഇരട്ടിയാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. വെറും ചുമ്മാ മെഡിറ്റേഷനും കാര്യങ്ങളല്ല, വർക്കും ചെയ്തു. ഇന്ന വർക്കും ഔട്ട്ഡോർ വർക്കും ചെയ്തു. അതെനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേര മുദ്രയിൽ വെക്കുക കുറച്ച് സമയം. എന്നിട്ട് ഞാൻ പറയും, പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പതിയെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓരോരോ ആഗ്രഹങ്ങൾ. ആദ്യത്തെ ആഗ്രഹം എന്താണ്, അത് പണമാണോ, ഇതാണോ. എന്നിട്ട് അത് പതിയെ പിടിച്ച് ഞെക്കുകയല്ല, നഖം കൊണ്ട് പ്രസ് ചെയ്ത് ഞെക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് വെയിറ്റിൽ ടച്ച് ചെയ്യുക. കാരണം നിങ്ങളെ കൈയാണ്, നിങ്ങളെ വിരലുകളാണ്. ഇങ്ങനെ വേദനിപ്പിക്കുകയൊന്നും ചെയ്യരുത്. സ്നേഹത്തോടെ, പ്രണയത്തോടെ, ഈ പണം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെയും എല്ലാത്തിനെയും പ്രണയത്തോടെ കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഇതേപോലെ പ്രസ് ചെയ്യുക. 3ാമത്തെ പ്രസ്. ഇതിനെ ആങ്കറിങ് ടെക്നിക്ക് എന്നെല്ലാം പറയും. ആങ്കറിങ് ടെക്നിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഇതേപോലെ തന്നെ സങ്കല്പം വെക്കുക. അന്നേരം എന്ത് ചെയ്തു, നമ്മൾ ഇതിലേക്കൊരു മെസ്സേജ് കൊടുത്തു. ഈവൻ EFTയിൽ നമ്മൾ എന്താ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരോ അഫർമേഷൻസ് പറയാം. ഇതിലും ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഫർമേഷൻസും ഇതും കൊടുക്കുന്നത്. EFTയിൽ ഓരോരോ പോയിന്റ്സിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യും. ഇതേപോലെ ടാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. എത്ര ടൈം വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എമനൻസ് മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. എമനൻസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ ലൈറ്റ്, ഇപ്പം നമ്മൾ എലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷനിൽ ഒന്നാണ് ഒരു ഗോൾഡൻ ലൈറ്റ് പ്രവേശിച്ചുകൊണ്ട് ശരീരം മുഴുവനായും ഇങ്ങനെ ഗോൾഡൻ ലൈറ്റാണെന്ന് സങ്കല്പിക്കും. അതൊരു അബൻഡൻസ് ആണ് ഗോൾഡൻ ലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോരോ നമ്മൾ മടക്കിലും പ്രസ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? കൈ എവിടെ വെക്കണ്ടേ? കൈ തൊടയുടെ മുകൾ ഭാഗത്ത്, ഇങ്ങനെ വെക്കൊന്നും വേണ്ട, തൊടയുടെ മുകൾ ഭാഗത്ത് വെക്കുക. ഇത് പൃഥ്വി മുദ്രയാണ്. അതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ 1 എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ മടക്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ആഗ്രഹത്തിൽ ശ്രദ്ധിക്കുന്നത് അന്നേരം ഇവിടെ വെക്കുക. 2ാമത്തെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ എന്താണ് കാണുന്നത് അത് ഇവിടെ വെക്കുക. 3ാമത്തെ ആഗ്രഹം എന്താണോ മനസ്സിൽ കാണുന്നത് അത് വെക്കുക. വീണ്ടും ഞാൻ പറയും, 1ാമത്തെ ആഗ്രഹം കാണുക, 2ാമത്തെ ആഗ്രഹം കാണുക, 3ാമത്തെ ആഗ്രഹം കാണുക. ഇങ്ങനെ ചെയ്യുക. ക്ലിയർ ആയല്ലേ? 3 പ്രാവശ്യം, 3 തവണ, 3 ആഗ്രഹങ്ങൾ 3 തവണ സർക്കിളായിട്ട്. 1 സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ സർ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു പ്രശ്നമില്ല, ഒരു ടെൻഷനില്ല. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ കയ്യിൽ അമർത്തുന്നത് 2 വിരലിലും ഒരേപോലെ അമർത്തണം. ഒരേപോലെ ഞാൻ പറഞ്ഞത്, ഒരേപോലെ അമർത്തുക. 2 കൈകളിലും ഒരേപോലെ അമർത്തുക. സങ്കല്പം വെച്ചിട്ട്, അതായത് വിഷ്വലൈസേഷൻ വെച്ചിട്ട്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. കുബേര മുദ്രയിൽ ആദ്യം വെക്കുക. എന്നിട്ട് അബൻഡൻസ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് ആകുന്നതായിട്ട് സങ്കല്പിച്ചു കൊണ്ട് വേണം ഈ ധ്യാനം തുടങ്ങും. പിന്നെ ഞാൻ പറയും, ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് നല്ല രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരും കാര്യങ്ങളെല്ലാം തന്നെ പറയും. അത് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സങ്കല്പത്തിന് ആ ഒരു അബൻഡൻസ് ഫീലിംഗ് വേണം. എവറിത്തിങ് എഴുതണ്ടു. എന്താണ്? ഒരു വിരലിലല്ലേ എഴുതണ്ടു? ഒരു വിരലിലാണ് എഴുതേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. തൊടുമ്പോ 2 വിരലിനും തൊടണം. തൊടുന്ന സമയത്ത് 2 വിരലിലും തൊടണം. ക്ലിയർ ആയിരുന്നു എഴുതുന്നു. ഓക്കെ, ശരി. കുബേരമുദ്ര എന്ന് പറയുന്നത് ഇതാണ്. കുബേരമുദ്ര. ശ്വാസം സാവധാനം
ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ശരീരത്തിലെ ഓരോ മസിലുകളും ഓരോ ഞരമ്പുകളും പൂർണ്ണമായും ശാന്തതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന് ഒരു ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആകാശത്തിൽ നിന്നും ഒരു സ്വർണ്ണ കളർ പ്രകാശം അഥവാ ഒരു ഗോൾഡൻ ലൈറ്റ് ഭൂമിയിലേക്ക് വരികയാണ്. ആ ദിവ്യമായ ആ പ്രകാശം നിങ്ങളുടെ വീടിന് തൊട്ടു മുകൾ ഭാഗത്തായി എത്തിയിരിക്കുകയാണ്. സാവധാനം ആ ദിവ്യമായ പ്രകാശം തലയുടെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നു. തലയുടെ മുകൾ ഭാഗത്ത് തരിപ്പോ മറ്റേതെങ്കിലും സംവേദനകൾ അഥവാ സെൻസേഷൻസ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? സാവധാനം ആ ഒരു ദിവ്യമായ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ തലയോട്ടിയുടെ ഉള്ളിലൂടെ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ മുഖം മുഴുവനായും ആ ദിവ്യമായ സ്വർണപ്രകാശത്താൽ തിളങ്ങുകയാണ്. കഴുത്തിലൂടെ അത് പ്രവേശിക്കുകയാണ്. ഇരു കൈകളിലൂടെയും ആ ദിവ്യമായ സ്വർണപ്രകാശം ഒഴുകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയഭാഗം, വയർ എല്ലാം തന്നെ ആ ദിവ്യമായ പ്രകാശത്താൽ നിറയുകയാണ്. നിങ്ങളുടെ കാലുകൾ എല്ലാം തന്നെ ആ ഡിവൈൻ ഗോൾഡൻ ലൈറ്റിൽ പൂർണ്ണമാവുകയാണ്. ശരീരം മുഴുവനായും ഒരു
തിളക്കം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം മുഴുവനായും ആ ദിവ്യമായ പ്രകാശത്താൽ നിറയുകയാണ്. ദൈവികമായ അനുഗ്രഹം ആ പ്രകാശത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കോശങ്ങളിലേക്കും എത്തുന്നു. നിങ്ങളുടെ കൈകൾ തുറന്നു വെക്കുക. ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ തം ഫിംഗർ അഥവാ തള്ളവിരൽ കൊണ്ട് മോതിരവിരലിൻ്റെ അടിഭാഗം പതിയെ പ്രസ് ചെയ്യുക. സാവധാനം അതിനെ അമർത്തുക. നിങ്ങളുടെ ആദ്യത്തെ സ്വപ്നം എന്താണ്? ആ ഒരു കാര്യത്തെ മനസ്സിൽ കാണുക. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തിലും ആ ഒരു ആനന്ദത്തിൽ നിറയട്ടെ. ആ ഒരു പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ശരീരം മുഴുവനായി നൽകുക. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ തള്ളവിരൽ മോതിരവിരലിൻ്റെ നടുഭാഗത്തായി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ രണ്ടാമത്തെ മനോഹരമായ സ്വപ്നം എന്താണ്? നല്ലൊരു വീടാണോ? അതോ നല്ലൊരു കാറാണോ? സാമ്പത്തികമായുള്ള അഭിവൃദ്ധിയാണോ? അതിനെല്ലാം നിങ്ങൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ആ ഒരു ആനന്ദത്തിലാണ് നിങ്ങളുടെ ഓരോ കോശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ മുഖത്തും കണ്ണിലും ചുണ്ടിലുമെല്ലാം തന്നെ ആ ഒരു സന്തോഷം മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ തള്ളവിരൽ നിങ്ങളുടെ മോതിരവിരലിൻ്റെ മുകൾ ഭാഗത്തായി വയ്ക്കുക. സാവധാനം അതിനെ അമർത്തുക. നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം എന്താണ്? അതിനെ കാണുക. ആ ഒരു കാര്യം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുക? ആ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാകുക? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനായും ഒരു കോരിത്തരിപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ തള്ളവിരൽ മോതിരവിരലിൻ്റെ താഴ്ഭാഗത്തായി വെക്കുക. നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം മനസ്സിൽ കാണുക, അതിനെ അനുഭവിക്കുക, അതിൽ ജീവിക്കുക. നിങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷം, ആനന്ദം കൊണ്ടുവരിക. അതെ, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ മോതിരവിരലിൻ്റെ നടുഭാഗത്തായി തള്ളവിരൽ വയ്ക്കുക. രണ്ടാമത്തെ ആഗ്രഹം വളരെ എളുപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുകയാണ്. അത് നടക്കുമ്പോൾ നിങ്ങളുടെ ആനന്ദം എങ്ങനെയാണ് ഉണ്ടാവുക?
എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക്, ആ ദൈവികമായ ചൈതന്യത്തിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ തള്ളവിരൽ മോതിരവിരലിൻ്റെ മുകൾ ഭാഗത്തായി വയ്ക്കുക. അതെ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമ്പന്നതയ്ക്കുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം, അത് പണമാവട്ടെ, വീടാവട്ടെ, മറ്റ് സമ്പന്നമായ കാര്യങ്ങളാവട്ടെ, അത് വളരെ എളുപ്പം നടക്കുന്നതാണ്. കാരണം ദൈവികമായ ഊർജം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. തള്ളവിരൽ താഴ്ഭാഗത്തായി വെക്കുക. വീണ്ടും ആദ്യത്തെ ആഗ്രഹത്തെ മനസ്സിൽ കാണുക. മുഖത്തും ശരീരത്തിലും എല്ലാ കോശങ്ങളിലും അതിന് ആനന്ദം മാത്രമുണ്ടാവട്ടെ, അതിൻ്റെ സന്തോഷം മാത്രമുണ്ടാവട്ടെ. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നടുവിലായി നിങ്ങളുടെ തള്ളവിരൽ വയ്ക്കുക. വീണ്ടും ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എൻ്റെ ആഗ്രഹം നടക്കാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അതെ, സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവും എന്നിലേക്ക് വളരെ എളുപ്പം മാനിഫെസ്റ്റ് ആവുന്നതാണ്. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ തള്ളവിരൽ മുകൾ ഭാഗത്തെ വയ്ക്കുക. ആ മൂന്നാമത്തെ മനോഹര കാര്യം ആഗ്രഹമല്ലാതെ മറിച്ച് ഈ നിമിഷത്തിൽ നടന്നിരിക്കുകയാണ്. ദൈവികമായ ചൈതന്യം നിങ്ങളിൽ സമ്പന്നത കൊണ്ടുവരുന്നു. അതെ, എൻ്റെ ഉള്ളിൽ ആ ദൈവികമായ ചൈതന്യം സമ്പന്നതയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ നിമിഷത്തിൽ നടന്നിരിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. കൈകൾ തുറന്നു വയ്ക്കുക. ഏറ്റവും സമ്പന്നമായ ജീവിതമാണ് നിങ്ങൾ ഈ നിമിഷത്തിൽ നയിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു പങ്കാളി, നല്ല മക്കൾ, നല്ല രക്ഷിതാക്കൾ, നല്ല ശരീരം, എല്ലാം തന്നെ നിങ്ങൾക്കുണ്ട്. അതെ, ദൈവികമായ ചൈതന്യത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതം സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞതാകുന്നു. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? നല്ലായിരുന്നു സർ. എങ്ങനെയാണ്? നല്ലതായിരുന്നു. ഓക്കെ, മറ്റുള്ള അഭിപ്രായം പറയാം. എങ്ങനെയായിരുന്നു? മനസ്സിന് നല്ല സമാധാനം. അതാണ് ഏറ്റവും മെയിൻ. നല്ല ഫീലിംഗ് ആയിരുന്നു സാർ. നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല എനിക്കില്ലേ സാറേ, ഈ മറ്റേ പ്രകാശം കിടക്കുമ്പോ എന്റെ ശരീരമൊക്കെ മരവിച്ചു. അപ്പൊ ഞാൻ ദൈവം ഇത് കഴിയുമ്പോ എനിക്ക് നിലത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, അതെന്താന്ന് പറയാം, നിങ്ങൾ കുറെ മീൻസ് നിങ്ങൾ പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞ ലൈവില് എലൈൻമെന്റ് മാസ്റ്ററിയിൽ കുറെ ട്രോമാസ് അനുഭവിച്ചില്ലേ? ആ ട്രോമാസ് നമ്മളെ പിറകോട്ടേക്ക് വലിക്കും. അത് നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററിയുടെ 30 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് ചെയ്തു കേട്ടോ. എന്താണ് തരിപ്പ് അനുഭവിക്കുന്നത് നല്ലതാണ്. അത് ഫീലിംഗ് ആണ്. മീൻസ് വൈബ്രേഷൻ എന്ന് പറയില്ലേ, ലോ ഓഫ് വൈബ്രേഷൻ. ശരീരത്തിൽ ആ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പിന്നെന്ത് കാര്യം? വീണ വേണം ഒന്ന് ചിരിക്കുക. തലയില് നല്ലൊരു തരിപ്പ് വന്ന പോലെ ഉണ്ടായിന്. ആ, നല്ല കാര്യം. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, നല്ല സന്തോഷം. സാറേ എന്താ പറയണെന്ന് അറിയില്ല. വല്ലാത്തൊരു ഫീലിംഗ് ആയി അനുഭവിച്ചോണ്ടിരിക്കുന്നത്.
അതെ അതെ, ആ ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ശരിക്കും മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പം നടക്കും. കാരണം അടുത്ത ലൈവിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും സക്സസ് സ്റ്റോറി പറഞ്ഞിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലൈൻഡ് താങ്ക് യു, ആയിട്ട്. താങ്ക് യു, താങ്ക് യു സാർ, ഓക്കെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു സാർ. ഓക്കെ, എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സക്സസ് സ്റ്റോറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും നീ ആർക്കെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഏതെങ്കിലും ലൈഫിൽ ചേഞ്ചസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. തീർച്ചയായും. ഓക്കെ ഓക്കെ, അതായത് സക്സസ് സ്റ്റോറീസ് ഉണ്ടോ നിങ്ങളെ ഇതേപോലെ മുന്നേ കുറച്ച് പേര് ഷെയർ ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മളിപ്പം സൗജന്യ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലോ മാനിഫെസ്റ്റേഷൻ ആണ്. അതിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പില്ലോ എടുക്കുക, അതിൽ ആഗ്രഹങ്ങൾ എഴുതുക, മടക്കിയിട്ട് സ്പ്രേ അടിക്കുക, ജസ്റ്റ് ആ പില്ലോൻ്റെ ഉള്ളിൽ വെക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അടുത്ത ദിവസം രാവിലെ അത് കത്തിച്ച് കളയുക. അത് പിന്നെ രാത്രി എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ആഗ്രഹം എടുക്കണം. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പില്ലോ ടെക്നിക്കിന് വേണ്ടി ഒരു മെഡിറ്റേഷൻ നമ്മൾ തയ്യാറാക്കിയിട്ട് ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്, അത് ചെയ്യാം കേട്ടോ. എന്തായാലും എല്ലാവരും ലൈഫിലും മാറ്റി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മള് ഫ്രീ ക്ലാസ്സിൽ മറ്റേ പില്ലോ മെത്തേഡ് പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി പില്ലോ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണേ. ബെഡ്ഷീറ്റിന്റെ അടിയിൽ അപ്പൊ നമ്മൾ എന്ത് ഓക്കെ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അല്ലേ? അതാണ് ഞാൻ ആ പില്ലോ മെത്തേഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൈവ് ഉണ്ട്. അതിൽ എന്താണ് ഈ പില്ലോ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങി കിടക്കുന്നതിന് മുമ്പ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് കറക്റ്റായിട്ട് പ്രവർത്തിക്കും. അതായത് ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് നമ്മളെ മൈൻഡ് പോകും. അന്നേരം നമ്മൾ എന്ത് ചെയ്യാണ്, ആ സങ്കല്പം ഇപ്പോൾ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളെ ഇന്ദ്രിയങ്ങൾ ഓക്കെ ഈ സ്മെല്ല് വരുന്നത് ഈ ആഗ്രഹങ്ങൾ എഴുതി വെച്ചതുകൊണ്ടാണ്, ആ ഒരു ലെവലിലേക്ക് നമ്മളെ മൈൻഡ് പോകും. അതായത് ഒരു പില്ലോ എന്ന് പറയുന്നത് ഇതൊരു റിമൈൻഡറാണ്. ഞാനിത് പറഞ്ഞ പോലെ തന്നെ കയ്യിൽ എഴുതിയ പോലെ തന്നെ ഇതൊരു റിമൈൻഡറായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് അതാണ് ഞാൻ ഓരോ ടെക്നിക്ക് പറയുന്ന സമയത്തും എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ടെക്നിക്കല്ല, നിങ്ങളിലെ വിശ്വാസമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, നിങ്ങളെ ഊർജ്ജം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ മെഡിറ്റേഷൻ എല്ലാം നൽകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സൗജന്യ ക്ലാസ്സിൽ പലരും എന്താ ചെയ്യുക, കുറേ സൗജന്യ ക്ലാസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറച്ച് പറയും. ഞാൻ ഇതിൽ എല്ലാ വെറും കുറേ അറിവുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ അറിവുകളിലും ഒരു 80% നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഹീലിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ചേഞ്ച്, ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ മുഖത്തും ആ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അതാണ് ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇവൻ അലൈൻമെൻറ്റ് മാസ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ദിവസവും ഓരോ ടൈപ്പ് മെഡിറ്റേഷൻസ് കൊടുക്കുകയാണ്. ഇതിൽ കുറേ പേരുണ്ടാണ്. അന്നേരം അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ചേഞ്ച് ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. എന്തായാലും അനുമേടെല്ലാം നല്ലൊരു ട്രെയിനറാകാൻ പോവുകയാണ് സൈക്കോളജിയുടെ. ഇതേപോലെ അജിത ഒരു ബിസിനസ് കാര്യമാകാൻ പോവുകയാണ്. പിന്നെ ആരാണുള്ളത് ഇതിൽ? വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ബിനിയ. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇൻട്രാക്ഷൻസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മീൻസ് പലരും എന്നെ കോൾ ചെയ്യാറുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പറ്റാറില്ല. വാട്സപ്പിൽ ഒന്ന് ടെക്സ്റ്റ്, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സിൻ്റെ ടെക്സ്റ്റ് ആയിട്ട് അയക്കാം. ഞാനോ അല്ലെങ്കിൽ സ്റ്റാഫ് അതിന് മറുപടി നൽകുന്നതാണ്. ഇപ്പോൾ 10-15 മിനിറ്റുള്ള വോയിസ് അയക്കാന്ന് ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ബുധനാഴ്ചത്തോളം ബുക്കഡാണ്. ഒരു ദിവസം ഞാൻ 2 പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കാറ്. കാരണം ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറോളം, 2 മണിക്കൂർ മിനിമം ഉണ്ടാവും. അത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പിന്നെ ഞാൻ എന്ത് ചെയ്യും, അതിൽ അവർക്ക് നൽകേണ്ട മെഡിറ്റേഷൻസും അവരെ ഹാബിറ്റ് ക്രിയേഷനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ കൺസൾട്ടേഷൻ മിക്കതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് സംസാരിക്കേണ്ട, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യേണ്ട, അതിന് സൊല്യൂഷൻസ് വരുന്നില്ലെങ്കിൽ എടുക്കുക. കാരണം കുറേ സംസാരിക്കേണ്ടേ. എന്തെങ്കിലും ഡൗട്ട്സോ കുറച്ച് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കണ്ട. നിങ്ങൾ വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി തന്നേക്കാം. അതായത് എല്ലാവർക്കും സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കുറേ ദിവസമായി പറയുന്നു 3ാമത്തെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി ഓരോരോ സക്സസ് സ്റ്റോറീസ് നമ്മുടെ ക്ലാസ്സിൽ ഒരു 1000 അല്ലെങ്കിൽ 1 lakh സക്സസ് സ്റ്റോറീസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും സക്സസ് സ്റ്റോറീസ് നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് ആവട്ടെ, പണത്തിൻ്റെ കാര്യമാവട്ടെ, എല്ലാം ഉണ്ട്. അതിൽ സൂം വഴി തന്നെ സക്സസ് സ്റ്റോറീസ് കുറേ പേരുടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ചാനലിലും ഇങ്ങനെ 3ാമത്തെ ചാനലിലെല്ലാം തന്നെ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സൗജന്യ ക്ലാസ് നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. കാരണം പലരും ഇതേപോലെ തന്നെ കുറേ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ. അതിൽ നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതെന്താണ്, നമ്മുടെ സൗജന്യ ക്ലാസ്സിൽ ഡെയിലി മെഡിറ്റേഷൻ ഉണ്ട്. അത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഓരോ മെഡിറ്റേഷൻസ്. ഇപ്പം സൗജന്യ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് കുറേ കാര്യങ്ങൾ ഇടുക എന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓരോ പോസ്റ്റേഴ്സ്, അതോടൊപ്പം ഓരോ ടെക്നിക്കുകൾ, ഓരോ തവണയും ഓരോ അഡീഷണൽ ആയിട്ട് ടെക്നിക്കുകളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്.
അത് നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് വേണം എത്ര ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ആഡ് ചെയ്യാം. നമ്മൾ എന്താണോ പ്രപഞ്ചത്തിൽ നൽകുന്നത് അത് നമ്മളിലേക്ക് വരുന്നു. ഇപ്പം പല ട്രെയിനേഴ്സ് എന്നെ ഇങ്ങനെ നീ ചെയ്യുന്ന തെറ്റാന്ന് പറഞ്ഞു. കാരണം എന്താണ്, സൗജന്യ ക്ലാസ് ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെ നീ കുറച്ച് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഏകദേശം ഒരു 6-8 മാസമായിട്ടേ ഈ സൗജന്യ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവർക്കും പണം വേണമെന്നില്ല. പണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരങ്ങൾ ഇല്ലാതായത് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പണം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സൗജന്യ ക്ലാസ് കൊടുക്കണം. പിന്നെ അതിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കും, നല്ലൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നത് മാത്രം പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതിൽ ഓരോരോ പ്രസൻറ്റേഷൻ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ ഇപ്പം നൽകിയ ഒരു മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ അബൻഡൻസ് മെഡിറ്റേഷനാണ്. അതേപോലെയുള്ള ഏകദേശം 30-ലധികം മെഡിറ്റേഷൻസ് നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ നൽകുന്നുണ്ട്. വ്യത്യസ്തമായ ബൈനറി മ്യൂസിക്കാണ് അത്. ഞാനിപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി പുതിയ ബാച്ച് തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ലൈവിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ വീണ്ടും നന്ദി പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഫീസ് അടയ്ക്കേണ്ടത്? അത് പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ശരി ഓക്കെ. സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. ഇപ്പൊ ഈ പിന്നെ നമ്മുടെ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുമ്പോൾ മോർണിംഗിൽ 5 to 6 ഈവനിങ് 8 to 9 ആണ്. ഇപ്പൊ അനു അഞ്ജിത എല്ലാം തന്നെ ഈവനിങ് ബാച്ചാണ്. ആ 2 ടൈമും കുറച്ച് അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും മോർണിംഗ് ബാച്ചിലെ. അത് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, അവർക്ക് അയച്ചു തരും. അങ്ങനെയാണ് അത്. നീ അടുത്ത ബാച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അല്ല ലൈവായിട്ട് പങ്കെടുക്കുന്നതാണ് നല്ലത്. കാരണം ലൈവായിട്ട് പങ്കെടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഫീലിംഗ് കിട്ടുക. അതെ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മള് ഈ വീഡിയോ വെച്ചിട്ട് ഞാന് പിന്നെ ചെയ്യലുണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം അത് നമ്മൾ ഏതാണ്? ഞാനിപ്പോ 3 മെഡിറ്റേഷൻ നമ്മൾ നൽകുന്ന 3 മെഡിറ്റേഷൻ അത് നിർബന്ധമായി വൈകുന്നേരം ഷെയർ ചെയ്യാൻ വിട്ടു അല്ല എന്തെങ്കിലും 3 മെഡിറ്റേഷൻ സൗജന്യമായിട്ട് നൽകുക. അത് രാവിലെ എന്നും രാവിലെ ചെയ്താ പോരെ? വൈകുന്നേരം 2 നേരം ഒന്നെ കേൾക്കണമെന്നില്ലല്ലോ. ചെയ്യുന്നത് നല്ലതാണ്. ആണോ? നിർബന്ധം പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൈൻഡ് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. സാർ ഞാനിന്ന് പുതിയ ആളാണ്. 3 മെഡിറ്റേഷൻ സാർ ഉദ്ദേശിക്കുന്നത് ക്ലാസ് വേറെ ക്ലാസ് ഉണ്ടോ സാറിന്? സൗജന്യ ക്ലാസ് ഉണ്ട്, അത് മറ്റേ പെയ്ഡ് ക്ലാസ് ഉണ്ട്. ഇപ്പം സൗജന്യ ക്ലാസ്സിനാണ് പറഞ്ഞത്. പെയ്ഡ് ക്ലാസ്സിൽ ലൈവ് മെഡിറ്റേഷൻ ഇപ്പം നൽകിയ മെഡിറ്റേഷൻ്റെ അതുപോലെയുള്ള മെഡിറ്റേഷൻസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അബൻഡൻസ്, ഫോർഗിവ്നെസ്, അങ്ങനെ കാർമിക് റിമൂവൽ മെഡിറ്റേഷൻ. ഓക്കെ, പെയ്ഡ് ക്ലാസ് ആണെങ്കിൽ അതും സാറിനോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. തുടങ്ങുന്ന സമയത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. തുടങ്ങിയിട്ടില്ല അപ്പോൾ? അത് തുടങ്ങിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3ാമത്തെ ദിവസമാണ്. ഓക്കെ, ഇതില് സിമി, സുരേഷ് അവരെല്ലാം നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമാണ്. ഓക്കെ സാർ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓപ്പൺ എന്നുള്ള 108 പ്രാവശ്യം ചെല്ലണം എന്നുണ്ട്, 21 പ്രാവശ്യം 11 ടൈംസ്. ഇതില്ലേ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഏതൊരു ടെക്നിക്കും ഫോഴ്സ്ഫുള്ളി സ്ട്രെസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിസൾട്ടാണ് വരിക. അതാണ് അതിന്റെ കോർ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഒരു വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ 108 തവണ 1008 തവണ വെറുത്തോണ്ടാണ് നിങ്ങൾ ഇരിക്കുക. ഐ എം സോറി, പ്ലീസ് ഗോ, താങ്ക് യു, അത് പറഞ്ഞു തീരുന്നില്ലല്ലോ നേരെ മറിച്ച് ഒരു 11 ഐ എം സോറി, പ്ലീസ് ഗോ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. അതിൽ തന്നെ ഉണ്ട്. അത് 108 കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, എന്തൊരു ടെക്നിക്കൽ കോർ എവിടെയാണ്, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കണം. 108 നമ്പറിന് വേറൊരു പ്രത്യേക കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഫീലിങ്സ് ആണ്. ഇവിടെ ഇത് എനർജി വഴിയാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ വഴി പ്രവർത്തിക്കുന്നതാണ്. അതിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ടൈം വരെ നമുക്ക് ചൊല്ലിയും കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് അവിടെ നിർത്താം. അതോ കണക്കുണ്ടോ? അത് നിർത്താം. അതാണ് പറഞ്ഞ. ശരി, ഓക്കെ. സാർ ഞാനും ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മൾ ഓരോ ദിവസം ഈ പില്ലോ മെത്തേഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഓരോ ദിവസം രാവിലെ എടുത്ത് കത്തിക്കണം. അത് പില്ലോ മെത്തേഡിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ നിങ്ങൾ മനസ്സിലാവും. എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ സാർ. എന്തായാലും സന്തോഷം, എല്ലാവരെയും പരിചയപ്പെടാൻ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആരോഗ്യ പ്രാർത്ഥിക്കുന്നു.
ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.